ഭാരതീയ ഋഷികൾക്ക് വേദം ലഭിച്ചതെങ്ങനെ? അപ്പം വേദം എന്താണെന്ന് മനസ്സിലാക്കിയാലേ അതിന്റെ പ്രാധാന്യം മനസ്സിലാവുകയുള്ളൂ. വേദമെന്നത് പ്രപഞ്ചം ഉണ്ടായത് മുതൽ നമ്മൾ ശാസ്ത്രലോകം അന്വേഷിക്കുന്ന കാര്യമാണ്. പ്രപഞ്ചം ഏതിൽ നിന്നാണ് ഉണ്ടായത്? അതിനാണ് വേദത്തില് ബ്രഹ്മം എന്ന് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ ഈശ്വരൻ, സാധാരണക്കാരന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഈശ്വരൻ. വേദത്തിൽ അതിന്റെ സയൻസ് പദമാണ് ബ്രഹ്മം. ആ ബ്രഹ്മം എന്തിനു വേണ്ടി, എങ്ങനെ, എപ്പോൾ പ്രപഞ്ചമായി മാറി എന്നത് തൊട്ട് ആ ബ്രഹ്മം എന്താണ്, അതായത് ആധുനിക ശാസ്ത്രം അന്വേഷിക്കുന്ന ആ ബ്രഹ്മം എന്താണ്, അല്ലെങ്കിൽ ഏതിൽ നിന്നാണോ പ്രപഞ്ചമുണ്ടായത്. ഹിഗ്സ് ബോസോൺസ് എന്നെല്ലാം പറഞ്ഞ് ക്വാണ്ടം മെക്കാനിക്സിലെല്ലാം എത്തി നിൽക്കുന്നുണ്ട്. അതെല്ലാം അവർ അവസാനം എത്തുന്ന ആ ഒരു ഏകമായ സാധനം എന്താണ്, അതിനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ആ ബ്രഹ്മത്തെപ്പറ്റി 108 ഉപനിഷത്തിലെല്ലാം വിവരിച്ചിട്ടുണ്ട്. 108 ഉപനിഷത്തിലൂടെയാണ് ആ ഏകമായ ബ്രഹ്മത്തെപ്പറ്റി വിവരിച്ചിരിക്കുന്നത്. അത് ഈ പ്രപഞ്ചം എപ്പോഴായി, എന്തിനായി, അതിന്റെ ലക്ഷ്യം എന്താണ്, എങ്ങനെയാണ് അതായത് എന്നെല്ലാം തൊട്ട് അവസാനം എന്ത് പറ്റുന്നുണ്ട്, ലോകം നശിക്കുന്നുണ്ട്. ആ നശിക്കുന്നത് വരെയുള്ള എല്ലാ ശാസ്ത്രങ്ങളും, സയൻസും, ഇന്ന് ആധുനിക സയൻസ് കണ്ടെത്തിയതും കണ്ടെത്താനിരിക്കുന്നതുമായ എല്ലാ സയൻസുകളും ചരിത്രങ്ങൾ എങ്ങനെയാണെന്ന് പറയാം. അതടക്കമുള്ള ഒരു പുസ്തകമാണ് വേദം. 4 വേദങ്ങൾ. ഈ വേദങ്ങൾ എങ്ങനെയാ ഉണ്ടായത്, അതെങ്ങനെയാ ഋഷികൾക്ക് കിട്ടിയത്? അതും പണ്ട് ഗുഹയിൽ താമസിക്കുന്നവരാണ് ഋഷികൾ എന്നാണ് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. അതെങ്ങനെയാ കിട്ടിയതെന്നല്ലാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോഴാണ് അതിന്റെ മഹത്വം മനസ്സിലാകുന്നത്. ഇത്ര ആ ഗുഹാ മനുഷ്യർക്ക് ഇത് എവിടെ നിന്ന് കിട്ടി? അപ്പൊ നമ്മള് ചിലവരെല്ലാം വ്യാഖ്യാനിച്ച് പറഞ്ഞു വെച്ചിട്ടുണ്ട് അത് തപസ്സിലൂടെയാണെന്ന്. തപസ് എന്ന വാക്ക് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാലാണ്, തപസ് എന്നത് നമ്മൾ ഒരു സത്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഗാഠമായി അതിനെ മാത്രം ഭക്ഷണവും എല്ലാം മാറ്റി വെച്ചുകൊണ്ട് അതിനെപ്പറ്റി തന്നെ ചിന്തിക്കുന്ന ഒരവസ്ഥക്കാണ് തപസ് എന്ന് പറയുന്നത്. ഒന്നിൽ തന്നെ മനസ്സ് കേന്ദ്രീകരിച്ചു പോകും. ഇന്ന് ശാസ്ത്രലോകം കൊറോണയ്ക്ക് വേണ്ടി മരുന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഊണും ഉറക്കും എല്ലാം ഒഴിച്ചുകൊണ്ട് ശാസ്ത്രജ്ഞന്മാര് തപസ് ചെയ്യുകയാണ്. അതാണ് അതിന്റെ അർത്ഥം. അല്ലാതെ വെറുതെ ഇങ്ങനെ കണ്ണും കൂട്ടിയിരുന്ന് കഴിഞ്ഞാൽ എല്ലാം ഇങ്ങ് തരികയല്ല. അപ്പൊ ഇത് ഒരാളാണോ എന്ന് ചോദിച്ചാൽ എത്രയോ പേര് തപസ് ചെയ്ത് നേടിയതാണ് നമ്മൾ ഈ ശാസ്ത്രലോകം കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങൾ. അത് ഋഷികൾ എന്ന് പറഞ്ഞ ഒന്ന് പേരൊന്നുമല്ല, കുറെ പേര് കൂടിയിട്ട് അവരെല്ലാം കൂടിയാണ് ഇത് എഴുതിയിരിക്കുന്നത്. അല്ലാതെ ഒരാളല്ല. വേദവ്യാസൻ അതിനെ വ്യസിച്ചിട്ടേ ഉള്ളൂ. അപ്പൊ ഈ ശാസ്ത്രം എങ്ങനെ ഋഷികൾക്ക് കിട്ടി? പലവര് തപസ് ചെയ്ത് നേടിയതാണ്. അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇതെവിടെയാ പറഞ്ഞിരിക്കുന്നത്? വേദത്തിൽ എല്ലാ ശാസ്ത്രങ്ങളും ഉണ്ടെങ്കിൽ, പ്രപഞ്ചം ഉണ്ടാകുന്ന തൊട്ട് എല്ലാം ഉണ്ടെങ്കിൽ അതെങ്ങനെയാ കണ്ടെത്തുന്നത്, എങ്ങനെയാണ് വരുന്നതെന്നും വേദത്തിൽ വ്യക്തമായിട്ട് വിവരിച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ പറയാൻ പോകുന്നത്. എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അപ്പൊ മനുഷ്യൻ പുരോഗമിക്കുന്ന 4 ഘട്ടങ്ങളിലായിട്ടാണെന്ന് വേദം പറയുന്നുണ്ട്. എന്തെല്ലാണത്? ബ്രഹ്മചര്യം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, സന്യാസം. ഇങ്ങനെ 4. എന്താണെന്ന് പറഞ്ഞാൽ പഠിക്കുന്ന കാലം, ജ്ഞാനം നേടുന്ന കാലം, പിന്നെ കല്യാണം എല്ലാം കഴിക്കും, പിന്നെ കുടുംബമെല്ലാം പോറ്റി അങ്ങനെ എത്തി വയസ്സാകും, തരത്തിൽ അങ്ങ് മരിച്ചു പോകും. പിന്നെയും ഇതിങ്ങനെ ജനിച്ചുകൊണ്ട് ഇത് സൈക്ലിക് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ജനന മരണങ്ങൾ അങ്ങനെ അങ്ങ് പോവുകയാണ്. പ്രപഞ്ചത്തിന്റെ ഒരു ഭാഗമായ മനുഷ്യനായതുകൊണ്ട് ഈ പ്രപഞ്ചത്തിനും അതേ ഒരു സിസ്റ്റമാണ് പറഞ്ഞിരിക്കുന്നത്. 4 യുഗങ്ങൾ: കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. കൃതയുഗം എന്ന് പറയുന്നത് ആദ്യത്തെ കാലഘട്ടം, സത്യയുഗം എന്നെല്ലാം പറയും. അത് വിദ്യ അഭ്യസിക്കുന്നത് അവിടെ നിന്നാണ് വേദങ്ങൾ തുടങ്ങുന്നത്. അപ്പോൾ ആദ്യത്തെ മനുഷ്യൻ എന്തായിരിക്കും? വളരെ കുറച്ചു പേരെ ഉണ്ടാവുക. ഓരോ നാട്ടിലെ എവിടെയെങ്കിലും എല്ലാം ഉണ്ടാവുക. അവരെന്ത് ചെയ്യും? അവർക്ക് ഭക്ഷണങ്ങൾ, വിഭവങ്ങളൊന്നും ഇല്ലാതപ്പോൾ വല്ലവനും അധ്വാനിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഉള്ളത് പോയി പിടിച്ചെടുക്കുക. അതാണ് ഗോത്ര കാലഘട്ടം. എല്ലാ ബന്ധങ്ങളെല്ലാം പറയുന്ന അത് തന്നെയാണ്. ഗോത്ര കാലഘട്ടത്തിൽ ഒരാൾ പോയിട്ട് മറ്റുള്ളവരുടെ അടുത്ത് പോയി പിടിച്ചെടുക്കുക. ഇതാണ് ചെയ്യുക. അപ്പോൾ ഓരോ നാട്ടിലുള്ളവർ എന്ത് ചെയ്യും? അവിടെ നല്ല ശക്തിമാന്മാരായ ആൾക്കാരെ പിടിച്ചിട്ട് അവർ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കും. അതാണ് ഗോത്ര തലവന്മാര്.
എല്ലാ നാട്ടിലും ഉണ്ടാവും. അപ്പോൾ ഒരു കൂട്ടർ മറ്റവരുടെ അടുത്ത് പോയിട്ട് ചെയ്യുന്ന എന്താണ്, അവരുണ്ടാക്കിയെല്ലാം എടുത്ത് അടിച്ചുകൊണ്ട് വരിക. പുരുഷന്മാർക്ക് നല്ല ആരോഗ്യമുള്ളവരാണെങ്കിൽ അവരെ അടിമകളെ ജോലി ഏൽപ്പിക്കാൻ ആളെ വേണം. അന്ന് ആളൊന്നുമില്ല, ഇന്നും വേണ്ടേ. പല നാടുകളും നമ്മളെല്ലാം പലയിടത്തും പോകുന്നത് എന്തുകൊണ്ടാണ്, അവിടെയെല്ലാം ആളെ ആവശ്യമുള്ളതുകൊണ്ടാണ്. അപ്പൊ അന്ന് അധ്വാനിക്കാൻ ആളെ വേണം. അപ്പൊ നല്ല ആൾക്കാരെ പിടിച്ച് അധ്വാനിക്കാൻ കഴിവുള്ളവരെ പിടിച്ച് അടിമകളാക്കും. പിന്നെ ജനം പെരുകാൻ വേണ്ടിയിട്ട് പെണ്ണുങ്ങളെ ഇഷ്ടംമാര് അവിടുത്തെ പെണ്ണുങ്ങളെല്ലാം എടുത്തുകൊണ്ട് വരും. ഇത് ജനം ഇങ്ങനെ വരും. അങ്ങനെയാണ് ആദ്യത്തെ കാലഘട്ടം. അപ്പൊ അവിടെ അന്ന് എന്ന് പറയുന്ന ഒരു ഗോത്രം പിടിച്ച് അടുത്ത ദേശം പിടിക്കും. ദേശം പിടിക്കുമ്പോൾ വലിയ ഏരിയാകുമ്പോൾ പിന്നെ അയാൾ രാജാവാകും. രാജാവായി കഴിഞ്ഞാൽ പിന്നെ പോകുന്നത് കൊളോണിയലിസത്തിലേക്കാണ്, രണ്ടാമത്തെ ഘട്ടം. ഒരു ദേശം കഴിയുമ്പോൾ പിന്നെ അടുത്ത ദേശത്തേക്ക് പിടിക്കാൻ തുടങ്ങും. അപ്പോഴാണ് അത് എതിലേക്ക് പോകുന്നത്, കൊളോണിയലിസത്തിലേക്ക് പോകുന്നത്. അത് കഴിഞ്ഞ് പിന്നെ മുതലാളിത്തത്തിലേക്ക് പോകും, നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്ന സ്ഥലം. അത് കഴിഞ്ഞ് സോഷ്യലിസത്തിലേക്ക് പോകും. വസുദേവ കുടുംബം, എല്ലാവരും ഒരു കുടുംബത്തിൽ. അതാണ്. അപ്പം പ്രപഞ്ചം, ഭൂമി ഏറ്റവും സുഭിക്ഷമായ നല്ല ജ്ഞാനത്തിൽ, ഇതെല്ലാം നടക്കുന്നത് ശാസ്ത്രത്തിലൂടെയാണ്. അപ്പൊ ആ എത്തുന്ന ഏറ്റവും അവസാനത്തെ സ്റ്റേജിലെത്തുമ്പോൾ മനുഷ്യൻ എന്തായിരിക്കും? മനുഷ്യനെല്ലാം ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ ശാസ്ത്രത്തിന്റെ ഏറ്റവും മാക്സിമം ശാസ്ത്രം അറിഞ്ഞ സ്റ്റേജിലായിരിക്കും അവൻ. അവനത് അറിയാതെ അവനറിയാതെ സയൻസ് ഇല്ല. നമ്മൾ ആ സ്റ്റേജിൽ എത്തിയിട്ടില്ല. പക്ഷെ അവന് ആ ഏറ്റവും കലിയുഗത്തിന്റെ കുറെ കാലം പുരോഗമിക്കുമ്പോൾ കലിയുഗത്തിന്റെ അവസാനം പ്രളയത്തിന്റെ മുമ്പിലുള്ള മനുഷ്യന്റെ അവസ്ഥ എന്തായിരിക്കും? ഭയങ്കരം ജ്ഞാനമായിരിക്കും. അവർക്കറിയാതെ ജ്ഞാനം ഉണ്ടാവില്ല. അപ്പൊ നമ്മളെല്ലാം അവരെ സംബന്ധിച്ചിടത്തോളം പഴഞ്ചരാണ്. ഇങ്ങനെയാണ് ലോകം പോകുക. അവിടെ എത്തുമ്പോൾ പ്രളയം വരും. അപ്പം പ്രളയം വരുമ്പോൾ എന്ത് വരുന്നു എന്ന് നമുക്ക് പിന്നീട് പറയാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ആദ്യം ഒന്നും തുടങ്ങി ഹൃദയം തേതായി ഇങ്ങനെ സൈക്കിളായിട്ട് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ എത്രയോ സൈക്കിൾ കഴിഞ്ഞിട്ടാണ് നമ്മളിവിടെ ഇപ്പൊ ഈ സ്റ്റേജിൽ നിൽക്കുന്നത്. ഇപ്പൊ ഇതിനു മുമ്പിൽ ഇതെല്ലാം നടന്നിട്ടുണ്ട്. പ്രളയത്തിന്റെ അവസാനമുള്ള നല്ല ആൾക്കാരുണ്ട്. അപ്പൊ ഇതൊന്നും പറയാനൊന്നും ഒരു വലിയ ബുദ്ധിയൊന്നും വേണ്ട. നമുക്കൊരു കുട്ടി ജനിക്കുമ്പോൾ നമുക്കറിയാം 4 പഠിക്കുന്ന കാലഘട്ടം, കല്യാണം കഴിക്കുന്ന, അങ്ങനെ. ഇപ്പൊ ഒരു കുട്ടി ജനിക്കുമ്പോൾ നമുക്ക് പറയാം ഒരു 25 വയസ്സാകുമ്പോൾ അവൻ കല്യാണം കഴിക്കുന്നു, എന്നാ പ്രേമിച്ച് കിടക്കുന്നു, എന്തെല്ലാം വേണ്ടി കടിച്ചുവിടാം. കാരണം പൊതുവേ ഉള്ളൊരു കാര്യം പറയുന്നതേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരും അങ്ങനെയാണെന്നില്ല, വ്യത്യസ്തമുണ്ടല്ലോ. എന്നാലും ജനറൽ ആയിട്ട് പറയുന്നത് ശരിയായിരിക്കും. ഒരു 60 വയസ്സെത്തുമ്പോൾ പിന്നെ വടിയെല്ലാം ഒരുമാതിരി ആരോഗ്യം ഇങ്ങനെയെല്ലാം ആയി നടക്കും. പിന്നെ കുറച്ച് അങ്ങോട്ടെത്തുമ്പോൾ വടി കുത്തി നടക്കും. ഇതെല്ലാം നമുക്ക് പറയാം, ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ പറയാം. അതുപോലെ ഈ പ്രപഞ്ചത്തിന്റെ കാര്യം ആദ്യം ഗോത്ര കാലഘട്ടമായിരിക്കും. അന്ന് ചിലവര് യോദ്ധാക്കളായിരിക്കും ജനങ്ങളെ നയിക്കുക, ആ ദേശത്തെ ആൾക്കാരെ നയിക്കുക. അപ്പൊ അയാളെ അവർ ദൈവമായിട്ട് കാണും. അന്ന് അതുകൊണ്ടാണ് പണ്ട് കാലത്തെ രാജാക്കന്മാർ കൺകണ്ട ദൈവങ്ങളാണ്. അപ്പൊ അവർ പറയുന്ന എല്ലാം അങ്ങ് വിശ്വസിച്ചോളും. വിദ്യാഭ്യാസമൊന്നുമില്ല. അപ്പൊ അവരെന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ദൈവമാണ്, ദൈവത്തിന്റെ ആളാണെന്നും പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത്. രാജാവ് ദൈവത്തിന്റെ ആളാവാന്ന് എന്നെ പണ്ട് പറയുന്നതെല്ലാം നമുക്കറിയുന്ന കാര്യമല്ലേ. അപ്പൊ അന്നത്തെ കാലം ജനം എല്ലാം പറയും, ആൾക്കാർ വിശ്വസിക്കും, അതിന്റെ പിന്നാലെ നടക്കും. ഇന്ന് കയറിയിട്ട് മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ ഞാൻ ദൈവമാണ്, ദൈവത്തിന്റെ വക്താവാണെന്ന് പറഞ്ഞാലോ ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ ഇതെല്ലാം ആർക്കും പറയാവുന്നതേ ഉള്ളൂ. ഈ പ്രളയം നടന്നാലേ ലോകം ഇനിയുണ്ടാകുന്ന ലോകം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആദ്യം കാട്ടിലായിരിക്കും. അവരങ്ങനെ അടുത്ത ദേശത്ത് പോയി പിടിച്ചുകൊണ്ടുവരും. പിന്നെ അടുത്ത ലോകങ്ങളിലും മറ്റുള്ള ദേശങ്ങളിലേക്ക് കിടക്കും. ആദ്യം ലോക്കലായിട്ട് പിടിച്ചെടുക്കും. പിന്നെ അപ്പൊ കൊളോണിയലിസത്തിൽ പുനഃ മുതലാളിത്തത്തിലെത്തും. പിന്നെ അവസാനം സോഷ്യലിസത്തിൽ. ഈ ചക്രം ഹൃദയുഗം, ത്രേതായുഗം, ദ്വാപരം, ഇത് ആർക്കും പറയാവുന്നതാണ്. അടുത്ത യുഗത്തിൽ എന്തെല്ലാം സംഭവിക്കാന്ന് ഇത് പറയണം. അവരത് എഴുതി വെക്കും. അപ്പൊ ഇങ്ങനെയാണ് ലോകം പോകുന്നത്. അങ്ങനെ എത്തുമ്പോൾ എന്താ പറ്റുക? ലോകം അവസാനം എത്താൻ പോകുമ്പോൾ ഇതെല്ലാം വേദം പറയുന്നതാണ്, ഞാൻ പറയുന്നതല്ല. വേദം വായിച്ചു നോക്കിയാൽ ഇതെല്ലാം അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, എങ്ങനെയാ വേദങ്ങൾ വന്നതെന്ന്. അങ്ങനെ അവസാനം എത്തുമ്പോൾ, അതായത് നമ്മൾ പുരോഗമിച്ച് ലോകത്തിന്റെ ഏറ്റവും പുരോഗമിച്ച് സയൻസിലൂടെയാണ് ഇത് പുരോഗമിക്കുന്നത്. പുരോഗമിച്ച് ആ സ്റ്റേജ് എത്തുമ്പോൾ അവർ മനസ്സിലാക്കുക ഇനി അടുത്ത് തന്നെ പ്രളയം ലോകത്ത് നടക്കാം. പ്രളയം പലതരത്തിലുണ്ട്. ഒരു ദേശം മാത്രം വെള്ളത്തിൽ മുങ്ങാം, ഭൂമി മുഴുവൻ വെള്ളത്തിൽ മുങ്ങാം, ഭൂമി മുഴുവൻ ഇല്ലാതെയാകാം, വെള്ളത്തിൽ മുങ്ങാം, ചിലപ്പോൾ ഇല്ലാതെയാകാം, അപ്രത്യക്ഷമാകാം, ഈ സൗരയൂഥ സിസ്റ്റം വരെ കത്തിപ്പോകാം. അതെല്ലാം നമ്മൾ പ്രപഞ്ചത്തിൽ കാണുന്നത്. പലയിടത്തും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നക്ഷത്രങ്ങളായിട്ട്.
അപ്പോൾ നമ്മൾ പുരോഗമിച്ച് അങ്ങനെ എത്തുമ്പോൾ ശാസ്ത്രലോകത്തിന് മനസ്സിൽ ഇതാ പ്രളയം ഉണ്ടാകാൻ പോകുന്നു. അപ്പൊ അവൻ ചെയ്യാൻ എന്താണ്? നല്ല ബുദ്ധിമാന്മാരായ ശാസ്ത്രജ്ഞന്മാരെ, കഴിവുള്ള അധ്വാനിക്കാൻ കഴിവുള്ളവരെ, രാജഭരണത്തിന് ഭരിക്കാൻ നയിക്കാൻ കഴിവുള്ളവരെ എല്ലാം സഹകരണം ചെയ്യാൻ. അതാണ് 4 തരം മനുഷ്യര്: ബുദ്ധിയുള്ളവര്, ശാസ്ത്രലോകം; രണ്ടാമത്തെ അധ്വാനിക്കുന്നവര്; മൂന്നാമത്തത് നയിക്കാൻ കഴിവുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളവര്. ഇതെല്ലാം ഒരു സമൂഹത്തിന് ആവശ്യം. അപ്പൊ ഇത്രയും കഴിവുള്ള ആൾക്കാരുടെ ഒരു കൂട്ടം എന്ത് ചെയ്യും? റോക്കറ്റ് കയറിയിട്ട് പോയി ഒന്നിക്കിൽ ഒരു ദേശത്തിലാണെങ്കിൽ അവർ അടുത്ത ദേശത്തിലേക്ക് ഓടിപ്പോവുക, അല്ലെങ്കിൽ വെള്ളത്തിന്റെ മുമ്പിൽ ബോട്ട് രൂപത്തിൽ വന്ന്. ഇതെല്ലാം വേദത്തിൽ പറയുന്നതാണ്. അതാണ് ബൈബിളിൽ പിന്നെ എന്താ പെട്ടകയെല്ലാം പറയുന്നത്. നമുക്കിതൊന്നും നോക്കാൻ നേരമില്ല. വേദത്തിൽ പറഞ്ഞത് ഇതെല്ലാം വേദത്തിൽ നിന്ന് വന്നതാണ്. അപ്പൊ അവർ അതിൽ കയറി രക്ഷപ്പെടും. ഭൂമി മുഴുവൻ പോവുകയാണെങ്കിൽ ഇവിടുന്ന് ബഹിരാകാശത്ത് പോയിട്ട് നമ്മള് ബഹിരാകാശ നിലയങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാം കാലം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. അതെല്ലാം പിന്നീട് പറയാം, എങ്ങനെയാണ് കാലം നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് എന്ന്. അത് പ്രപഞ്ച രഹസ്യത്തിലെല്ലാം വരുന്നുണ്ട്, അതെല്ലാം വേദത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ എത്തി രക്ഷപ്പെടുമ്പോൾ അവരെന്താ ചെയ്യുക? ഈ ഇന്നുള്ള ജ്ഞാനം മുഴുവൻ എടുത്തിട്ട് ഒരു പുസ്തക രൂപത്തിലാക്കിയിട്ട് കൊണ്ടുപോകും. പക്ഷെ അത് നടക്കുന്ന കാര്യമല്ല. ഇന്നുള്ള കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി എല്ലാ ജ്ഞാനങ്ങളും പുസ്തക രൂപത്തെ സംഘടിച്ചിട്ട് അങ്ങ് കൊണ്ടുപോകണമെങ്കിൽ എത്ര പുസ്തകങ്ങൾ വേണം? അത് എന്തെല്ലാം ഭാഷകളിൽ ഓരോ ആൾക്കാർ കൊണ്ടുപോകുന്ന അവരവരുടെ ഭാഷയില്ലേ? അത് നടക്കുന്ന കാര്യമാണോ? അപ്പോഴാണ് അവർ ഈ മനുഷ്യ പണ്ട് കാലത്തുള്ള മനുഷ്യ സംസ്കൃതം, അതുകൊണ്ടാണ് സംസ്കൃതം മാത്രമാണ് ദേവഭാഷ എന്ന് പറഞ്ഞിരിക്കുന്നത്. കാരണം സംസ്കൃതത്തിൽ ഒരു വരികൾ കൊണ്ട് എല്ലാ വിഷയങ്ങളും കൈകാര്യം ചെയ്യാം. സംസ്കൃതത്തിൽ ഒരു വരിയാണെങ്കിൽ അതിൽ കെമിസ്ട്രി നോക്കുന്നവന് കെമിസ്ട്രി അർത്ഥം കാണും, ഫിസിക്സ് നോക്കുന്നതിന് ഫിസിക്സ് കാണും, ബയോളജി നോക്കുന്നതിന് അതിന് ബയോളജിയിലുള്ള അർത്ഥങ്ങളാണ് അവിടെ വരിക. എഞ്ചിനീയറിംഗ് നോക്കുന്നതിന് എഞ്ചിനീയറിംഗ് അർത്ഥമാണുള്ളത്, ആസ്ട്രോണമി നോക്കുന്നതിന് ആസ്ട്രോണമിന്റെ അർത്ഥമാണ് അതിൻ്റെ അകത്തുള്ളത്. അപ്പൊ എന്തെല്ലാം ശാസ്ത്രങ്ങളുണ്ടോ, ചരിത്രങ്ങളുണ്ടോ, അതെല്ലാം ഏതിൽ കൊളിച്ചിരിക്കുകയാണ്? ഈ ഋഗ്വേദം എന്നൊരു ബുക്കിൽ. അത് കഴിഞ്ഞിട്ട് യജുർവേദം, സാമവേദമുണ്ട്, പിന്നെ അഥർവവേദമുണ്ട്. എന്താണ് ഈ 3 ഘട്ടങ്ങൾ? 3 വേദങ്ങളും 3 ഒരു ലോക്കലെന്നും പറഞ്ഞിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ സയൻസ് ആൻഡ് ടെക്നോളജി. നമ്മൾ BSc ഫിസിക്സ് തത്വങ്ങളെല്ലാം ഉള്ള പുസ്തകത്തിനാണ് സയൻസ് എന്ന് പറയുന്നത്. BSc MSc പഠിക്കുന്നത് ഫിസിക്സ്, കെമിസ്ട്രി എന്നുള്ള അടിസ്ഥാന തത്വങ്ങൾ പഠിക്കുന്നത്. അതാണ് വേദങ്ങൾ: ഋഗ്വേദം, യജുർവേദം, സാമവേദം. അത് കഴിഞ്ഞിട്ട് അതിന്റെ ആപ്ലിക്കേഷനാണ് എഞ്ചിനീയറിംഗ്, മെഡിസിൻ, ഇതെല്ലാമാണ് ഉള്ളത്. ഏതിലുള്ളത്? അഥർവവേദത്തിലുള്ളത്. അത് പ്രാക്ടിക്കൽ സൈഡാണ്. അതുകൊണ്ട് തന്നെ ഒരു എഞ്ചിനീയറിംഗിന് പഠിക്കുമ്പോൾ ആദ്യം കുട്ടികളെ പഠിപ്പിക്കുന്ന അടിസ്ഥാനമായ ഫിസിക്സ്, കെമിസ്ട്രി എല്ലാം കുറെ പഠിപ്പിച്ചിട്ടാണ് എഞ്ചിനീയറിംഗിലേക്ക് കടക്കുന്നത്. ഇതൊന്നും അറിയാതെ എഞ്ചിനീയറിംഗ് പഠിച്ചാൽ ശരിയാവില്ല. ഇപ്പൊ യഥാർത്ഥ ജ്ഞാനം എന്ന് പറയുന്നത് ഏതാണ്? മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി ഇതെല്ലാമാണ്. അതാണ് ഋഗ്വേദം, യജുർവേദം, സാമവേദം. അതിലാണ് അടിസ്ഥാന തത്വങ്ങളുള്ളത്. മറ്റേ എഞ്ചിനീയറിംഗ്, മെഡിസിൻ എന്ന് പറയുമ്പോൾ അത് മനുഷ്യന് ഉപയോഗിക്കേണ്ട. ഇപ്പം വീട് കെട്ടുന്നവര്. പക്ഷെ ജനത്തിന് വേണ്ടത് മറ്റേതാണ്, എഞ്ചിനീയറിംഗിനാണ് വില. പക്ഷെ പഠിക്കുന്ന അടിസ്ഥാന തത്വങ്ങൾ മുഴുവൻ പഠിക്കുന്നത് ഏതിലാണ്? മാത്സ്, ഫിസിക്സ്, സയൻസിലാണ് അടിസ്ഥാന തത്വമുള്ളത്. അതുകൊണ്ടാണ് ഋഗ്വേദം, യജുർവേദം, സാമവേദം വളരെ വലുതും മറ്റേത് ലോ ആണെന്ന് പറയുന്നത്. പക്ഷെ ജനത്തിന് വേണ്ടത് ഏതാണ്? ഈ ലോ ആണ്. അതായത് ഒരു എഞ്ചിനീയർ വീട് വെക്കുകയാണെങ്കിൽ ആ എഞ്ചിനീയറുടെ ബുദ്ധിയിലാണ് ആ വീട് ഉണ്ടാകുന്നത്. അപ്പൊ ആ വീട് വെച്ച എഞ്ചിനീയർ ഒരു പാല് കാച്ചി വരുമ്പോൾ ഏതെങ്കിലും ഒരു മൂലകലൊക്കെ ഗ്രഹത്തിന്റെ നാഥനുമായിട്ട് ഇരുന്ന് അങ്ങനെ സംസാരിക്കും, ആരും ശ്രദ്ധിക്കൂല. പക്ഷെ ഈ വീട് വെച്ച മേസ്ത്രി ഉണ്ടല്ലോ, അപ്പൊ ആൾക്കാർ പറയും ആ മേസ്ത്രീന്റെ ഒരു കരവിരുത് നോക്കി എന്താണെന്ന് പറയും. ഇതുകൊണ്ടാണ് ജനത്തിന് ഈ ഡോക്ടർ, എഞ്ചിനീയറിംഗ് എല്ലാം ഇഷ്ടം. പക്ഷെ ഇവർ ഉപയോഗിക്കുന്ന എഞ്ചിനീയറിംഗ് ഉപകരണങ്ങൾ, ഒരു ഡോക്ടർ ഉപയോഗിക്കുന്ന ഇന്നത്തെ ഉപകരണങ്ങൾ മുഴുവൻ സയൻസ് പഠിച്ചവരുടെ സംഭാവനയാണ്. അത് മനസ്സിലാക്കണം. നമ്മൾ വിചാരിക്കുന്നല്ലോ ഡോക്ടർ ബുദ്ധി, അതൊന്നുമല്ല. അയാൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഓരോന്നും സയൻസിന്റെ സംഭാവനയാണ്. അതിലുള്ള ജ്ഞാനങ്ങൾ കണ്ടെത്തിയത് സയൻസാണ്. ഇവരത് അപ്ലൈ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പം വില കിട്ടുന്നത് അഥർവവേദം. അപ്പൊ അഥർവവേദം അതുകൊണ്ടാണ് ഇതെല്ലാം എന്തോ ഒരു ഗൂഢശാസ്ത്രമാണ്. കാരണം നമുക്ക് വേദവും മനസ്സിലായിട്ടില്ല, അഥർവവേദവും മനസ്സിലായിട്ടില്ല, ഒന്നും മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് വ്യാഖ്യാനിച്ചു പോയിട്ടുണ്ട്. ഇപ്പൊ എന്താ സംഭവിക്കുന്നത്?
പ്രളയത്തിന്റെ അവസാന സമയത്തുമ്പോൾ ശാസ്ത്രലോകം അത് മനസ്സിലാക്കും. ആ ഡിപ്പെൻഡിങ് ഓൺ ആ ഒരു പ്രളയത്തിന്റെ നേച്ചർ അനുസരിച്ച് അവരെന്ത് ചെയ്യും? ബോട്ടിൽ കയറിയിട്ടോ റോക്കറ്റിൽ കയറിയിട്ടോ ബഹിരാകാശത്തേക്ക് കടക്കും. അല്ലെങ്കിൽ കടലിന്റെ മേലെ, ചെറിയ ലോക്കലാണെങ്കിൽ എന്തെല്ലാം എടുത്തിട്ടാണ് കിടക്കുക? ഇതെല്ലാം വേദത്തിലുള്ളതാണ്. ഇതാണ് ബൈബിളിലുള്ള പെട്ടകെന്നെല്ലാം പറഞ്ഞു വെച്ചിരിക്കുന്നത്. പക്ഷെ ഈ ഹിന്ദുക്കൾ എന്ന് പറയുന്നവർക്ക് ഇതൊന്നും നോക്കാനൊന്നും സമയമൊന്നുമില്ല. പക്ഷെ ക്രിസ്ത്യാനികൾ വളരെ നല്ല അവരുടെ പുസ്തകങ്ങളെ പറ്റി ശരിക്കും പഠിക്കുന്നുണ്ട്. മുസ്ലിങ്ങളും അതെല്ലാം ഇപ്പം എടുത്ത് പഠിക്കുന്നുണ്ട്. ശരിക്കും അർത്ഥം മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഹിന്ദുക്കൾ എന്ന് പറയുന്ന വിഭാഗം അവർക്ക് ഇതൊന്നും എടുത്തു നോക്കാനൊന്നും പറ്റില്ല. അവർ കുറെ ഭാവനയിൽ എന്തെല്ലോ ആരെല്ലോ പണ്ട് എഴുതി വെച്ചിട്ടുണ്ട്, അതും വെച്ചിട്ട് അങ്ങ് പോവുകയാണ്. അപ്പൊ എന്താണ് സംഭവിച്ചത്? ഈ വേദങ്ങൾ എഴുതുന്നവര് എന്ത് ചെയ്തു? ഇതെല്ലാം സംസ്കൃത ഭാഷയിൽ എഴുതി. സംസ്കൃത ഭാഷയിൽ അപ്പൊ ഒരു വരിക കൊണ്ട് എല്ലാ വിഷയങ്ങളും കൈകാര്യം ചെയ്യാം. കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി, മാത്സ് എല്ലാം. ഇതിനിടയ്ക്ക് ഞാൻ പോസ്റ്റ് ചെയ്ത ഒന്നിലുണ്ട്. ഒരു സൂക്തം എന്ന് പറഞ്ഞാൽ ഒരു കൃഷ്ണസ്തുതിയാണ്. വായിക്കുമ്പം സാധാരണ ഭാഷ പഠിച്ചവർ വായിക്കുമ്പോൾ ആ കൃഷ്ണനെ സ്തുതിച്ചിരിക്കുകയാണ്. പക്ഷെ അതിന്റെ ഓരോ അക്ഷരത്തിന് സംഖ്യകൾ, അതിന് ചില സംഖ്യകളുണ്ട്. ഇട്ട് കഴിഞ്ഞാൽ പൈന്റെ വിലയാണ്. പൈന്റെ വില എന്ന് പറഞ്ഞാൽ എത്രയോ നീട്ടത്തില് 3.14 അങ്ങനെ കുറേ പോവുകയാണ്. എനിക്ക് പോലും ചിന്തിച്ചിട്ട് ആലോചിക്കാം. ഞാൻ ഇട്ടിരുന്ന് അരിച്ചു നോക്കി. അപ്പൊ അതങ്ങനെ പോവുകയാണ്. അതവർ ആ കൃഷ്ണസ്തുതിയിൽ ആ ഓരോ വരിയിലെ ഓരോ അക്ഷരത്തിന് സംഖ്യകളോട്ട് കിട്ടുന്നത് മാത്സിന്റെ പൈന്റെ വിലയാണ്. ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ പല അർത്ഥങ്ങളാണ് വേദങ്ങൾക്കുള്ളത്, അതിലൂടെ വേദവരികൾക്കുള്ളത്. അതിലൂടെ അവർ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ സയൻസും, അവർ ബഹിരാകാശത്തെ രക്ഷപ്പെട്ടവരാണ്. അവർ ഈ റോക്കറ്റ് ഉണ്ടാക്കുന്ന വിധവും പോലും അതിൻ്റെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അവർക്കറിയാം ഇതൊന്നും പിൽക്കാലത്ത് ആർക്കും മനസ്സിലാകാൻ പോകുന്നില്ല എന്ന്. ഇന്ന് തന്നെ ഒരു എഞ്ചിനീയറിംഗ് അല്ല മാത്സിന്റെ മെഡിസിന്റെ എത്ര വലിയ പഠിച്ചവനും ഒരു ഋഗ്വേദം എടുത്ത് കൈമ കൊടുത്താൽ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവൻ അറിയാൻ പറ്റുന്നില്ല. കാരണം പ്രപഞ്ചത്തിലുള്ള എല്ലാ സയൻസും അതിൻ്റെ അകത്ത് ചെറിയ ചെറിയ വരും. അതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്ന? അപ്പൊ അത് മനസ്സിലാക്കേണ്ട ഒരു രീതിയുണ്ട്. അതെല്ലാം കൂടി മനസ്സിലാക്കിയാൽ മാത്രമേ ആ വേദത്തിലേക്ക് ആർക്കും ഇറങ്ങിച്ചെല്ലാൻ പറ്റൂ. ഭാഷാ പണ്ഡിതർക്കൊന്നും അതിന്റെ അടുത്തെത്താൻ പറ്റില്ല. ഭാഷാ പണ്ഡിതർക്ക് ഒരു കെമിസ്ട്രി ഇന്നത്തെ ഒരു മെഡിസിന്റെ ഒരു ബുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വായിച്ചാൽ എന്തെങ്കിലും പറയാൻ പറ്റും? കെമിസ്ട്രി ബുക്ക് എടുത്തിട്ട് കെമിസ്ട്രി പഠിക്കാതെ ഒരു ഭാഷാ പണ്ഡിതനാണെങ്കിൽ ഇപ്പൊ ഈ പ്രപഞ്ചത്തിലുള്ള കെമിസ്ട്രി ഒരു സബ്ജക്റ്റിന്റെ ബുക്ക് എടുത്ത് കഴിയുമ്പോൾ കൊടുത്ത് എന്താ H2O എന്താണ് ഇതെന്ന് പറയുന്നത്? അയാൾക്ക് എന്ത് പറയും? H എന്ന് പറയുന്നത് ഇംഗ്ലീഷിലുള്ള ഒരു അക്ഷരമാണ്. ഒരു 2 എന്ന് പറഞ്ഞ ഒരു സംഖ്യയാണ്. അത് അടിയിൽ ചിലപ്പോൾ മുകളിലിടും. അതില് O കാണും. O എന്ന് പറയുന്നത് ചിലപ്പോൾ O എന്നിടും, ചിലപ്പോൾ O2 എന്നിടും. അടി ചിലപ്പോൾ അടിയിലിടും. അത് ചിലപ്പോൾ എഴുതുന്ന ആൾക്ക് ശ്രദ്ധിക്കാതെ ഇട്ടുകൊണ്ടായിരിക്കും അടിയിൽ പോയത് അല്ലെങ്കിൽ മുകളിൽ പോയത്. ഇങ്ങനെയെല്ലാം വ്യാഖ്യാനിക്കും. വേദത്തിന് ഇത്ര വരികളുണ്ട്, ഓരോ വരിയിൽ ഇത്ര അക്ഷരമുണ്ട്, അത് ഈണത്തിൽ ചൊല്ലണോ മറ്റേ ചൊല്ലണോ എന്നല്ല പറഞ്ഞങ്ങ് പോവും വേദം. അല്ലാതെ അതിന്റെ അകത്തുള്ള എങ്ങനെ കയറി നോക്കാൻ പോകുന്നത് നമുക്ക് പറ്റൂല. അത്രയും വിഷയം ഞാൻ പോലും അതിൻ്റെ അകത്ത് കയറി പോകുമ്പോൾ ഞാൻ പഠിച്ച വിഷയങ്ങളെല്ലാം അതിൻ്റെ അകത്ത് കാണുന്നുണ്ട്. അല്ലാതെ എനിക്ക് കണ്ടെത്താനിരിക്കുന്ന സയൻസുകളൊന്നും എല്ലാം ഒന്നും തിരിച്ചറിയാൻ പറ്റില്ല. അല്ലാതെ മെഡിസിനുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് അതിൻ്റെ അകത്ത് നോക്കിയാൽ കാണാൻ പറ്റില്ല. അപ്പൊ ഈ വേദം കാണിക്കൽ എല്ലാം പഠിച്ച ആൾക്കാർ അതിൻ്റെ അകത്ത് കയറി നോക്കിയോ, എല്ലാം ജ്ഞാനമുള്ളവൻ കയറി നോക്കിയാലേ ഇതെല്ലാം പിടികിട്ടാൻ പോലും. അതും അവൻ അന്നറിയുന്ന കാര്യങ്ങളെ അവന് മനസ്സിലാവുള്ളൂ. അല്ലാതെ കണ്ടെത്താനിരിക്കുന്ന സാധനങ്ങൾ പിന്നെ അവൻ അതിൻ്റെ അകത്തുനിന്ന് കണ്ടെത്തണം. അത്രയും വലിയൊരു ഗ്രന്ഥമാണ് ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, അതിന്റെ ആപ്ലിക്കേഷൻ, ടെക്നോളജി. അപ്പോഴങ്ങനെ എഴുതിയിട്ട് അവർ എന്ത് ചെയ്യുന്നു? അവൻ വേദത്തിൽ ആ കഴിവുള്ളത് കൊണ്ട് സംസ്കൃതത്തിന് വേദഭാഷ, ദൈവഭാഷ എന്ന് പറയുന്നു. മറ്റുള്ള ഒരു ഭാഷ കൊണ്ടും ഇത് കൈകാര്യം ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവരെന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് ഈ വേദത്തിലുള്ള ഈ തത്വങ്ങളിൽ നിന്ന് ലോകം മനസ്സിലാക്കിയാണെങ്കിൽ പ്രപഞ്ച പ്രളയം ഉണ്ടാകുമ്പോൾ അവരെന്ത് ചെയ്യും? ആ ഗ്രന്ഥവും എടുത്തങ്ങ് സ്ഥലം വിടും. കാരണം അതിൻ്റെ അകത്ത് ഇതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് വേറെ തരത്തിൽ വാരിക്കൂട്ടി കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇതും കൊണ്ട് രക്ഷപ്പെടും. വേണമെങ്കിൽ അവർ നെറ്റിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കും. ഭൂമിയിൽ പ്രളയം നടക്കുകയാണെങ്കിൽ ഇതെല്ലാം നമുക്ക് മനസ്സുകൊണ്ട് ചിന്തിച്ചാൽ തന്നെ നടക്കാം. ഇത് വേദത്തിൽ എഴുതിയതാണ് ഞാൻ പറയുന്നത്. അവരങ്ങ് രക്ഷപ്പെട്ടതിന്റെ ശേഷം പ്രളയം കഴിയുമ്പോൾ കീഴ വരും. കീഴ വരുമ്പോഴുള്ള അവരുടെ അവസ്ഥ എന്താണെന്ന് ചിന്തിച്ചാൽ പോരെ? അവരെന്ത് അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക?
എല്ലാ ജ്ഞാനവും തികഞ്ഞവരാണ്. പക്ഷെ തൽക്കാലം കുറച്ചു നേരത്തേക്കുള്ള ഉടുതുണി പോലും ഉണ്ടാവും. ഇവിടെ വന്നു കഴിഞ്ഞാൽ കഴിക്കാനും ഒന്നുമില്ല. കാട്ടിലെ മനുഷ്യരെക്കാട്ടിയും പ്രാകൃതമായ അവസ്ഥയിൽ ഇവിടെയെല്ലാം നശിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അവർ വല്ല ഗുഹയും കണ്ടെത്തി അതിൻ്റെ അകത്ത് ഇരുന്നിട്ട് പിന്നെ അവർക്ക് ആകെ ചെയ്യാനുള്ളത് എന്താണ്? ഇത് എഴുതി വെക്കുക. അങ്ങനെ അവർ എഴുതി വെച്ചു. ഈ എവിടെ നിന്നെല്ലാം ആള് വന്നിട്ടുണ്ട്, ഭാരതത്തിൽ നിന്ന് പോയിട്ടുണ്ട്, വിദേശത്തു നിന്ന് പോയിട്ടുണ്ട്. എല്ലാവരും ഒത്തുകൂടിയിട്ടാണ് ബഹിരാകാശത്തേക്ക് രക്ഷപ്പെട്ടിരിക്കുന്നത്. എന്നിട്ട് തിരിച്ചു വന്നിട്ട് അവരെ ഓരോ ഭാഗങ്ങളും ഓരോ ഭാഗത്തേക്ക് പോയി എന്ന് വേദത്തിൽ എഴുതി വെച്ചിരിക്കുന്നു. അതിലുള്ള മറ്റുള്ള ഭാഷക്കാർക്കൊന്നും അതൊന്നും ഈ സയൻസ് ഒന്നും ഇല്ല, കൊണ്ടുപോകാൻ പറ്റിയില്ല. അവർക്ക് അറിയാത്തതുകൊണ്ടല്ല, സയൻസ് എല്ലാം കണ്ടുപിടുത്തി അവരെല്ലാം പല മനുഷ്യര് തപസ് ചെയ്ത് നേടിയതാണ് ഈ ജ്ഞാനം. അവസാന കാലത്ത് മനുഷ്യന് ഇപ്പം ലോകം പുരോഗമിച്ച് അവസാനം ഞാനാണെങ്കിൽ എന്നെ ആയിരിക്കും ചിലപ്പോൾ അങ്ങ് അയക്കുക ഇതും കൊണ്ട്. അതുകൊണ്ട് ഇതെല്ലാം ഞാൻ കണ്ടെത്തിയതാണോ? ഞാൻ കണ്ടെത്തിയൊന്നുമല്ല, പലവര് കണ്ടെത്തിയ സയൻസുകൾ ഞാൻ എടുത്ത് പോകുന്നേ ഉള്ളൂ. എന്നിട്ട് കീഴെ വന്നിട്ട് എഴുതി വെക്കുന്നതേ ഉള്ളൂ. എനിക്കെന്താ അതിൻ്റെ അകത്ത് പങ്ക്? ഈ എഴുതി വെച്ചാലോ അത്രയേ ഉള്ളൂ. അല്ലാതെ എനിക്ക് വലിയ ബുദ്ധിയൊന്നുമില്ല. പക്ഷെ അവൻ ഗുഹയിലിരുന്നിട്ട് താടി വളർത്തുന്നതെന്ന് വെച്ചാൽ ഇന്നൊരു ബ്ലേഡ് ഇല്ലെങ്കിൽ നമ്മൾ പെടുന്ന പാടറിയാം. ഷേവ് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ ഷേവെല്ലാം ചെയ്യുന്നത് ബ്ലേഡെല്ലാം ഉള്ളതുകൊണ്ടാണ്. അന്നത്തെ കാലത്ത് ബ്ലേഡുമില്ല, ഒരു ചുക്കുമില്ല. അവൻ കുറെ ഇതെല്ലാം കെട്ടിപ്പിടിച്ച് കൊണ്ടുപോയിട്ട് ചിലപ്പോൾ കമ്പ്യൂട്ടറും കൊണ്ടുപോയിട്ടുണ്ട്. നെറ്റിൽ നിന്ന് എടുത്ത് ഡൗൺലോഡ് ചെയ്ത് പിന്നെ ഇത് കുറെ കാലം നിർത്താൻ പറ്റില്ല. ഇലയിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. അവന് ഉടുക്കാൻ പോലും തുണി ഉണ്ടാവില്ല. അവൻ പ്രാകൃതം തന്നെയാണ്. പക്ഷെ അവൻ ഇരുന്ന് എഴുതുകയാണ്. അപ്പൊ അവൻ നല്ല താടിയിലെല്ലാം വെച്ച്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഋഷികൾ എന്ന് പറഞ്ഞാൽ മുടി ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുന്നു, താടി ഇങ്ങനെ വെച്ചിരിക്കുന്നു, കാണാൻ നല്ല പേഴ്സണാലിറ്റി ഉള്ളവർ. നമ്മളെക്കാട്ടിയും പേഴ്സണാലിറ്റി അവർക്കുണ്ട്. കാരണം അവർ ആ വേഷവിധാനം, കാരണം അവർക്ക് ഓരോ കാലത്ത് വേഷം തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്? ഇന്ന് നമ്മൾ ഇതേമാതിരിയുള്ള വേഷം ഉള്ളതുകൊണ്ട് നമ്മൾ ഇതെടുക്കുന്നു. പൈസ ഉണ്ടെങ്കിൽ ഇതിലും നല്ലത് ഞാൻ വാങ്ങിയിടും. മറ്റേ സിനിമാ നടന്മാരെല്ലാം ഉണ്ടല്ലോ, അതെല്ലാം പൈസ അനുസരിച്ച് സാഹചര്യം അനുസരിച്ച് കിട്ടുന്ന വസ്ത്രം അനുസരിച്ച് കോട്ടലിലോട്ട്. അപ്പൊ ഈ ഞാനായിരിക്കില്ല ആ ഞാൻ. അന്നത്തെ കാലത്ത് മനുഷ്യന് നല്ല താടിയെല്ലാം വെച്ച് അതിനെ കാണാം. ഇന്നും ഒരാൾ ഇങ്ങനെയെല്ലാം വെച്ച് വരികയാണെങ്കിലോ ആ തടി, ആ ആരോഗ്യമെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. നമുക്കെന്താ ആരോഗ്യം? ചവളഞ്ഞ് ഇങ്ങനെ ചടഞ്ഞുകൂടിയിരിക്കുന്നതാണ്. അവനതൊന്നല്ല, ആ ഒരു ഗാംഭീര്യം, ആ തടിയും ഇതും വെക്കുമ്പോൾ തന്നെ ഒരു ഗാംഭീര്യമെല്ലാം വരും. അപ്പൊ അവരെ നമ്മൾക്ക് അങ്ങനെ ഒരാൾ ഇന്ന് കാണുമ്പോൾ നമുക്കുള്ളിൽ പെട്ടെന്ന് ഒരു ബഹുമാനം തരാം. അപ്പൊ അവരെ വേഷവിധാനം. പക്ഷെ അവർക്കതേ പറ്റൂ. താടി വടക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെ ബ്ലേഡ് ഒന്നും ഇല്ലാതെ ഇത്ര സുഖമായി ചെയ്യാൻ പറ്റുന്ന? അവർ ഈ ബ്ലേഡെല്ലാം ഉണ്ടാക്കാൻ പറ്റിയ എല്ലാ ജ്ഞാനമുള്ളവരാണ് പോയത്. ഇവിടെ വന്നിട്ട് എന്ത് ചുക്ക് ചെയ്യാൻ പറ്റും? അവർക്ക് മെഡിസിൻ ഉണ്ട്. അവർ ഈ ഇന്നത്തെ പാരസെറ്റമോളും എല്ലാം ഉണ്ടാക്കിയവരാണ്. ക്യാൻസറിനുള്ള മരുന്നും എല്ലാം ഉണ്ടാക്കിയവരാണ്. പക്ഷെ അവർ പോയി കഴിഞ്ഞാൽ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം ഇവനടിയാ കിട്ടുക. ഇന്നുള്ളൊരു ഡോക്ടർ ഭയങ്കര സ്പെഷ്യലിസ്റ്റാണ്, കമ്പ്യൂട്ടറെല്ലാം വെച്ചിട്ടാണ് ചികിത്സ നടത്തുന്നത്. അവൻ ഒരു പ്രകൃതിക്ഷോഭെല്ലാം ഉണ്ടായിട്ട് അവൻ എല്ലാം നഷ്ടപ്പെട്ട ഒരു കാടുമാരിയുള്ള സ്ഥലത്ത് വന്ന് വെട്ടുന്ന് വെച്ചോ, അല്ലെങ്കിൽ ഒരു ധൂപിപ്പെട്ടു എന്ന് വെച്ചോ, കുറെ ആദിവാസികളുണ്ട്. അവനവിടെ നിന്ന് എന്ത് ഓപ്പറേഷൻ ചെയ്യാനാണ്? അവന് രോഗം വന്നു കഴിഞ്ഞാൽ അടുത്ത് നോക്കും, വല്ലതും ഉണ്ടോ നോക്കും. അവന് കുറച്ച് പുല്ലുണ്ട്, അപ്പം മനസ്സിലാക്കുന്നുണ്ട് പുല്ലാണ്. പുല്ല് കഴിഞ്ഞിട്ട് പറയാം ഇത് കുടിച്ചാൽ മതി, അല്ലെങ്കിൽ ഇത് നീരെടുത്ത് കഴിച്ചാൽ മതി, അല്ലാതെ പാരസെറ്റമോൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ സ്റ്റെതസ്കോപ്പ് എടുത്തു പോകാന്നെല്ലാം പറഞ്ഞാൽ അവന് നടക്കുന്ന കാര്യമാണ്. അപ്പൊ അവർക്ക് ജ്ഞാനമില്ലാത്തതുകൊണ്ട് അവർക്ക് എന്താ ചെയ്യാൻ പറ്റും? ഇതൊന്നും ഉപയോഗിക്കാൻ പറ്റൂല, എഴുതി വെക്കും. അങ്ങനെ ബഹിരാകാശത്ത് പോയി പ്രളയം തീരുമ്പോൾ ഇറങ്ങി വന്നപ്പോ മനുഷ്യരാണ് ഇത് ഈ വേദങ്ങൾ നാലവണ എഴുതി വെച്ചിരിക്കുന്നത് എന്ന് അവർ തന്നെ പറയുന്നു. ഞാൻ പറയുന്നതല്ല, ബാബനെ പറയുന്നതല്ല, വേദങ്ങൾ എടുത്ത് നോക്കണം. അപ്പോൾ ഇന്ന് കണ്ടെത്തിയ റോക്കറ്റ് നിർമ്മാണം എന്തു വേണമെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് കാണാം. അങ്ങനെ അത് എഴുതി വെച്ചിട്ട് അവർ അവരെ കർമ്മം നിർവഹിച്ചു. ഒരു ശാസ്ത്രലോകം എഴുതുന്നവരെ ആരും ശ്രദ്ധിക്കില്ല. ഇപ്പം വേദവ്യാസനെ പറ്റി, ഋഷികളെ പറ്റി അവരെ പൊടി പോലും നമുക്കറിയില്ല. അതിനെക്കാട്ടി മുമ്പിലുള്ള മറ്റേ മനുഷ്യരെ പറ്റി നമുക്കറിയാം. കാരണം അതിനു മുമ്പിലുള്ള മനുഷ്യര് ആ പ്രതിമയെല്ലാം കണ്ടിട്ടില്ലേ? അതെല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. മോഹൻജദാരോ, ഹാരപ്പ എന്നുള്ളത്. അതിന്റെ ശേഷം ആര്യന്മാര് വരുന്നത്.
പക്ഷെ ആര്യന്മാർ ഇത്ര പുസ്തകം എഴുതിയിട്ട് അവരുടെ പുസ്തകമല്ലാതെ അതിന്റെ പേനമിലോട്ട് ഒരു തുമ്പ് പോലും നമുക്ക് ഇതുവരെ കിട്ടിയില്ല. ആരും അന്വേഷിക്കാൻ പോയിട്ടുമില്ല. കാരണം ശാസ്ത്രജ്ഞന്മാരെ പറ്റി ആരാ ശ്രദ്ധിക്കുക? രാഷ്ട്രീയക്കാരെ പറ്റി ശ്രദ്ധിക്കും, ശാസ്ത്രജ്ഞന്മാരെ പറ്റി ആരും ചിന്തിക്കാനും പോകുന്നില്ല. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഇന്ന് ശാസ്ത്രജ്ഞന്മാർ ഈ മൊബൈൽ കണ്ടുപിടിച്ച ആരാ? കണ്ണട കണ്ടുപിടിച്ച ആരാ? സയൻസ് പഠിക്കുന്നവർക്ക് മനസ്സിലായി, അല്ലാതെ ഭൂരിപക്ഷ ജനത്തിനൊന്നും ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. പക്ഷേ നമുക്കറിയാം ആ മൊബൈൽ കണ്ടുപിടിച്ചത് സാംസങ്. കാരണം ആര്? സാംസങ് ആണോ ഇത് ഉണ്ടാക്കിയത്? അതിന്റെ പിന്നിൽ എത്രയോ ബുദ്ധിമാന്മാർ പ്രവർത്തിച്ചിട്ടുണ്ട്. ശാസ്ത്രലോകത്തെയൊന്നും ആരും തിരിഞ്ഞു നോക്കൂല. അതുകൊണ്ട് വേദവ്യാസം പുസ്തകങ്ങളും വേദവ്യാസനും ഋഷികളും ഇതെല്ലാം എവിടെയോ ഇരുന്ന് എഴുതി കുറിച്ച് സൈവന്മാർക്ക് ഇവിടെയുള്ള മോഹൻജദാരോ ഹാരപ്പ എന്ന് കടന്നു വന്ന ജനങ്ങൾ കേൾപ്പിച്ചിട്ട് അവർ പാടിക്ക് പോയി. അവരെ ആരും തിരിഞ്ഞു നോക്കുകയില്ല. ശാസ്ത്രജ്ഞന്മാരെ ആരും തിരിഞ്ഞു നോക്കൂല. അതുകൊണ്ടാണ് വേദവ്യാസൻ ഉണ്ടോ, അവൻ എവിടെയായിരുന്നു, എവിടെയാ ജനിച്ചത്, എവിടെ മരിച്ചു, കഥയിൽ അങ്ങേര് പറഞ്ഞ കഥയിലുള്ള കാര്യം നമുക്കറിയാം. അങ്ങേര് കഥയാ പറഞ്ഞിരിക്കുന്നത്. അതിലുള്ളത് കഥയിലെ കഥാപാത്രങ്ങളാണ്, അല്ലാതെ സത്യമാണെന്നില്ല. പക്ഷെ വേദവ്യാസനൊന്നും അല്ല ഇത് എഴുതിയിരിക്കുന്ന എത്രയോ ഋഷികളാണ്. ഋഗ്വേദം എടുത്തു നോക്കിയ വേദവ്യാസം ഇതിനെല്ലാം കൂട്ടിയിട്ട് കെമിസ്ട്രി ഫിസിക്സ് എന്ന തരത്തിൽ തരംതിരിച്ചിട്ടേ ഉള്ളൂ. ഇതൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. അപ്പൊ അവർ ഇതെല്ലാം എഴുതി തന്നിട്ട് കുറെ ആൾക്ക് തന്നിട്ട് അവരങ്ങ് പോയി. അവർ എവിടെയാ തവച്ച് കുറെ ഗുഹേന്റെ പേര് അവിടെ ഇവിടെയെല്ലാം കേൾക്കുന്നുണ്ട് എന്നല്ലാതെ അവർ ഉപയോഗിച്ച് ഒരു പേന പോലും നമുക്ക്, അവരെ പുസ്തകങ്ങൾ കിട്ടിയിട്ടുണ്ട്, പക്ഷെ അതിന്റെ ബാക്കിയിട്ട തുണ്ട് പോലും നമുക്ക് കിട്ടിയിട്ടില്ല. അതേസമയം അതിന്റെ മുമ്പിലുള്ള മോഹൻജദാരോ ഹാരപ്പയിലുള്ള സാധനങ്ങളെല്ലാം നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. ഇവരെ പറ്റി ആരും അറിയും വേണ്ട. ഇതെല്ലാം ഞാൻ പറയാൻ കാരണം സയൻസ് കൈകാര്യം ചെയ്യുന്നവരാരും തിരിഞ്ഞു നോക്കാൻ പോകുന്നില്ല. കണ്ടുപിടുത്തുന്ന ശാസ്ത്രജ്ഞന്മാർക്കൊന്നും വിലയില്ല. വില മുഴുവൻ സിനിമാ നടന്മാർ, TV തുറന്നു കഴിഞ്ഞാൽ കുറെ പേരുണ്ടല്ലോ, അവരെല്ലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആൾ. ഈ ലോകത്തിൽ ഈ അവസ്ഥയിലേക്ക് എത്തിച്ച ശാസ്ത്രജ്ഞന്മാരെ ആരോർക്കുന്നു? അവർ ഉപയോഗിക്കുന്ന മാധ്യമങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇന്ന് മുഴുവൻ എല്ലാം ചെയ്ത് കിടക്കുന്നത്, നമ്മൾ അനുഭവിക്കുന്നത്. പക്ഷെ അവരെ പറ്റി അവരിപ്പം മുമ്പിൽ വന്നു നിന്ന് കഴിഞ്ഞാൽ, ഈ മൊബൈൽ കണ്ടവൻ മുമ്പിൽ വന്നു അയ്യോ എനിക്ക് കുറച്ച് ദാരിദ്ര്യമാണെന്ന് പറഞ്ഞാൽ അവനെല്ലാം ദാരിദ്ര്യത്തെ തന്നെ ആയിരിക്കും എല്ലാം മറന്നിട്ട് ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകുന്നത്. വലിയ കുത്തക സ്ഥാപനങ്ങൾ, അവർക്കൊരു ശമ്പളം കിട്ടിയിട്ടുണ്ട്. അവസാനം വന്നിട്ട് അയ്യോ എനിക്ക് പൈസയില്ല എന്ന് വെച്ചാൽ എന്റെ അടുത്ത് പൈസ ഒന്നും ഇല്ല എന്ന് പറയും. അതാണ് ശാസ്ത്രജ്ഞന്മാരുടെ അവസ്ഥ. അപ്പൊ ഇത് തന്നെ വേദവ്യാസന്റെ ഋഷികൾക്കും എല്ലാം പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവരെ പറ്റി നമുക്കൊരു ചുക്കും അറിയില്ല. അതൊരു സത്യമാണ്. ഇല്ലെങ്കിൽ അവരെ കണ്ടെത്താൻ നടന്ന് ഇവരവിടെ പോയി, എങ്ങോട്ട് പോയി, ഇവരെല്ലാം എപ്പം മരിച്ച്, എവിടെയാണ് അവരെ മറവ് ചെയ്തിരിക്കുന്നത്, ഇതെല്ലാം നോക്കാം. അവരുടെ കുടുംബങ്ങൾ, ഇതൊന്നും ആരും നോക്കുന്ന കാര്യമില്ല. കാരണം അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇവർ ശാസ്ത്രജ്ഞന്മാർ, ഇവർ രാഷ്ട്രീയക്കാരൊന്നുമല്ല, ഇവർക്കൊരു മതവുമില്ല. മതത്തിന്റെ ആൾക്കാരെല്ലാം നമ്മളിപ്പോഴും ഓർക്കുന്നുണ്ട്, രാഷ്ട്രീയക്കാരെയല്ല. പക്ഷെ ഇവരെ ആരും ഓർക്കാൻ. അപ്പൊ അതിൽ നിന്നും വ്യക്തമാണ് ഇവർ മതത്തിന്റെ ആൾക്കാരോ രാഷ്ട്രീയക്കാരൊന്നല്ല. അവർ ശുദ്ധമായ സയൻസ് കൈകാര്യം ചെയ്തു. അവർ ചെയ്ത കർമ്മം ചെയ്തിട്ട് അവർ അത് എല്ലാവർക്കും കൊടുത്തു. അങ്ങനെ ഉണ്ടാക്കിയ വേദങ്ങൾ പിൽക്കാലത്ത് വായിച്ച ഒരാൾക്ക് മനസ്സിലാവില്ല എന്ന് അവർക്ക് നല്ലവണ്ണം അറിയാം. അതുകൊണ്ട് അവർ എന്ത് ചെയ്തു? നിങ്ങൾ ഉരുവിട്ട് കൊണ്ടുപോയി കൊള്ളണം എന്ന് പറഞ്ഞു. ഉരുവിട്ട് തെറ്റാതെ വരി ഉരുവിട്ടോളണം എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് തെറ്റാതെ വിട്ടിട്ടെന്ന്? ഈ H2O എന്നുള്ളത് നമുക്കറിയാലോ. നമ്മളിപ്പോ ഒരു ടൈപ്പിസ്റ്റിന്റെ അടുത്ത് കെമിസ്ട്രി ഒന്നും അറിയാതെ ഒരു ടൈപ്പിസ്റ്റിന്റെ ടൈപ്പ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ H2O എന്ന് വിചാരിക്കുമ്പോ അവള് ടൈപ്പ് വിചാരിക്കോ ഈ 2 എന്തിനാ, അത് എഴുതുമ്പോൾ തെറ്റിപ്പോയായിരിക്കും. അതുകൊണ്ട് ഈ H നേർക്ക് 2 പിന്നെ O ഇടാന്നല്ല അങ്ങ് വിചാരിക്കും. താഴത്തിടണ്ട H² എന്നുള്ളത് അതാ അങ്ങനെ എഴുതുമ്പോ അങ്ങ് മുകളിലായി പോയത്, ഞാൻ ഇതിനെ കറക്റ്റ് ചെയ്ത് കളയാന്നെല്ലാം വെച്ച് കഴിഞ്ഞാൽ എന്താ പറ്റുക? അവസാനം എത്തുമ്പോ H2O പോയിട്ട് H2O നല്ലായി മാറും. അവസാനം ഒന്നും പിടികിട്ടൂല. കോമയിടും തന്നെ എല്ലാം പ്രാധാന്യം അറിയാലോ. അതുകൊണ്ട് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഉരുവിടുക, ഒരു വരി പോലും തെറ്റാതെയോ ആ രീതിയൊന്നും തെറ്റാതെ അത്ര ചെയ്ത് ദൈവകോപാണെന്ന് പറഞ്ഞ് പേടിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതേപോലെ ഉരുവിട്ടിട്ട് കുറെ കാലം കഴിഞ്ഞിട്ടാണ് നമ്മളെ കൈമലെത്തുന്നത്. ഇന്ന് ശാസ്ത്രലോകം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള എല്ലാ ശാസ്ത്രങ്ങളും കാണാം. അത് തന്നെയാണ് അവർ ഉദ്ദേശിച്ചിരുന്നത്. അപ്പൊ ഈ ഇടയ്ക്കുള്ള കാലഘട്ടത്തിലൊന്നും ആരും ഇതൊന്നും, എന്തുകൊണ്ടാണ് അത് അവർ ഉരുവിട്ടത്? അവരെന്ത് ചെയ്തു? അത് മാത്രമല്ല കൊടുത്തത്, അതിനെ കഥരൂപത്തിലാക്കിയിട്ട്
അവർ പുരാണ കഥകൾ എന്ന് പറഞ്ഞുകൊണ്ട് അത് കൊടുത്തു. ആ പുരാണ കഥകളുടെ മഹാത്മ്യം, പുരാണ കഥയിൽ എന്താണുള്ളത്? ഈ സയൻസിലുള്ള പദങ്ങളെ മുഴുവൻ അവർ എന്ത് ചെയ്തു? കഥാപാത്രങ്ങളാക്കി. സൂര്യനെ സൂര്യ ഭഗവാൻ. സയൻസ് വേദങ്ങളിൽ സൂര്യൻ തന്നെ, അവിടെ സൂര്യ ഭഗവാനൊന്നുമില്ല. പക്ഷെ പുരാണ കഥയിലൊക്കെ സൂര്യഭഗവാൻ കണ്ണും വെച്ച് തേരിലെല്ലാം വെച്ച് 7 കുതിരേനെല്ലാം കെട്ടിയിട്ടാണ് വരുന്നത്. എന്തേ 7 കുതിര എന്നെല്ലാം ആലോചിച്ചാൽ മനസ്സിലാവും. ചന്ദ്രൻ ചന്ദ്രഭഗവാൻ, ഗംഗാദേവി. ഗംഗ എന്ന് പറഞ്ഞാൽ ആ ഒഴുകുന്ന വെള്ളമാണ്, നദിയാണ്. അതിനെ ഗംഗാദേവി നല്ല വെള്ളത്ത് സാരിയെല്ലാം ഉടുത്ത് മുടിയെല്ലാം ഇങ്ങനെ ഒഴുകിക്കൊണ്ട് വരികയാണ്. അങ്ങനെ ഇതിനകത്തുള്ള ജനറേറ്ററും ആർമേച്ചറും ആറ്റമും തന്മാത്രകളും വായുവും ജലവും എല്ലാം ദേവതകളായി അവതരിപ്പിച്ചുകൊണ്ട് കഥരൂപത്തിൽ ഇതെല്ലാം എഴുതി വെച്ചു. അതാണ് പുരാണ കഥകൾ, വേദത്തിലുള്ള സയൻസ്. അപ്പൊ വേദത്തിലെ ഒരു റോക്കറ്റ് ഉണ്ടാക്കേണ്ട കാര്യം ഒരു ചെറിയ വരിയിലാണ് പറയുക, അതിലെ തത്വങ്ങൾ. എന്നിട്ട് ആ ഉണ്ടാക്കേണ്ട രീതികളെല്ലാം വിസ്തരിച്ച് പുരാണ കഥകളിലോട്ട് എഴുതി വിടും. ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഒരു ഉദാഹരണമായിട്ട് കട്ടിംഗ് മെറ്റീരിയൽ, അത് വേദത്തിൽ എന്താ പറയുക എന്ന് വെച്ചാൽ പല്ലിൽ നിന്ന് കട്ട് ചെയ്യേണ്ട വിധം മനസ്സിലാക്കണം. ആ കട്ട് ചെയ്യേണ്ട ഉപകരണം എങ്ങനെ പിടിപ്പിക്കണമെന്ന് പല്ല് പിടിപ്പിച്ച രീതിയിൽ നിന്ന്, മോണയിൽ നിന്ന് മനസ്സിലാക്കണം. ഇങ്ങനെ ചില ഉദാഹരണങ്ങൾ സഹിതം വെച്ചുകൊണ്ടാണ് അവർ കഥകൾ പറയുക. അല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു, കാരണം അന്നുള്ള ഭാഷ അതേപോലെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ റോക്കറ്റിന് അന്ന് ആ സംസ്കൃതത്തിൽ ഒരു വാക്കുണ്ടാവും, റോക്കറ്റ് കയറി നിങ്ങൾക്ക് സഞ്ചരിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നുള്ളവർക്ക് ആ ഭാഷ മനസ്സിലായി, ഇതെന്താ സാധനം എന്ന് വിചാരിക്കും. അപ്പോഴും അവർ ഉദാഹരണ സഹിതങ്ങളാണ് പറയുക. അവർക്ക് ഭാഷയിലൂട്ടിയാണ് എല്ലാം കൈകാര്യം ചെയ്യുന്നത്, പടം വരച്ചിട്ടല്ല. അപ്പൊ നമുക്ക് നേരത്തെ തന്നെ പറഞ്ഞു, ബോട്ടിൽ കയറി റോക്കറ്റിൽ കയറി രക്ഷപ്പെടണം. കഥയിൽ വരുമ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു മത്സ്യം വരും, മത്സ്യത്തിന്റെ ഉപത്തുനിന്ന് മനസ്സിലായിക്കൊള്ളണം എന്താണ് ആ ഉപകരണം, ഏതിലാണ് അത് അറ്റാച്ച് ചെയ്യേണ്ടത്, അതിൽ ബോട്ട് പിടിപ്പിക്കണം. അപ്പൊ റോക്കറ്റുണ്ട്, റോക്കറ്റിൽ കയറേണ്ട പേടകം വെക്കണം. ഇന്നത്തെ സയൻസാണ്. അതിനവർ എന്ത് പറയുന്നു? മത്സ്യം വരും, അതിന്റെ ചിറകില് ബോട്ടിനെ പിടിപ്പിക്കണം, പിന്നെ വലിച്ചു കൊണ്ടുപോകണം. അപ്പൊ ആ രൂപത്തിൽ നിന്ന് എന്താണ് പറയുന്നത് എന്ന് ആ രൂപത്തിൽ നിന്ന് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ റോക്കറ്റ് അതിന്റെ എഞ്ചിന് എന്നല്ല അവരുടെ സംസ്കൃത ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നുള്ളവർ വായിക്കുമ്പോൾ അതൊന്നും മനസ്സിലാവില്ല. ഭാഷ തന്നെ ഉപയോഗിക്കുമ്പോൾ അവർക്ക് എത്രയോ ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പൊ നമുക്ക് തേങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് മനസ്സിലാവും, അവരൊരു ചെടിയുടെ പേര് പറയാണ് തേങ്ങ. ഇന്ന് തെങ്ങൊന്നും ഇല്ലെങ്കിൽ അവർ പറയുന്ന തേങ്ങ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. വേദത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, വൈറസുകൾക്ക് ഉപയോഗിക്കാനുള്ള ഏറ്റവും നല്ല മരുന്ന് ഏതിലുണ്ട്? നിഷ്കൃതി എന്ന മരുന്നിൽ. അതിൽ ഈ വൈറസുകളെല്ലാം അറ്റാക്ക് ചെയ്യേണ്ട, കൊറോണ വൈറസിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. നിഷ്കൃതിയാണ് നിന്റെ എന്ന മരുന്ന്, ആ ചെടി. ഞാൻ പലവരോടും ചോദിച്ചു ഈ നിഷ്കൃതി ഏതാണെന്ന്, ആർക്കും അറിയില്ല. ഇപ്പൊ വേദങ്ങളിൽ നമ്മൾ വിവരിക്കുന്നത് ഈ ആയുർവേദം ഈ പച്ചമരുന്നേ ഉള്ളൂ എന്ന്. ഇപ്പൊ ശാസ്ത്രലോകം എത്ര വലിയ ജ്ഞാനമുള്ളവനും ആ കാലത്ത് അതൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് വേദങ്ങളിൽ ഇന്നുള്ള ഉപകരണങ്ങളെ പറ്റി എല്ലാം പറഞ്ഞിട്ടുണ്ടോ എന്ന് വെച്ചാൽ എടുത്തു നോക്കണം. വേദത്തിലെ എല്ലാ ഉപകരണങ്ങളും ഡോക്ടർമാർ അത് എനിക്ക് മനസ്സിലാവില്ല, അത് ഉപയോഗിക്കുന്ന ആൾക്കാർക്കേ മനസ്സിലാവുകയുള്ളൂ. എനിക്ക് ഞാൻ പഠിച്ച വിഷയം മനസ്സിലാവുകയുള്ളൂ. അപ്പൊ റോക്കറ്റില് അല്ല, ആ ഉപകരണങ്ങളെല്ലാം അവർ ഉപയോഗിച്ചിട്ടുണ്ട്. അവരും പാരസെറ്റമോളും എല്ലാ മരുന്നുകളും എന്തെല്ലാം മരുന്നുകളുണ്ട് അതെല്ലാം അവർ ഉപയോഗിച്ചിട്ട് ലോകം പുരോഗമിച്ച ഏറ്റവും അവസാനത്തിലുള്ളവരാണ് ഇത് രക്ഷപ്പെട്ടത്. അപ്പൊ നമ്മളെ കാട്ടി മെഡിസിനെ പറ്റി അവർക്കെല്ലാം തികഞ്ഞവരാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ പക്ഷെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല,
ഇതൊന്നും ഉപയോഗിക്കാനൊന്നും പറ്റൂല. ഇതെല്ലാം എത്ര വലിയ സാമ്പത്തിക കാര്യങ്ങളുള്ളതാണ്. ഭൂമി നശിച്ചെടുത്താണ് അവർ തിരിച്ചു വരുന്നത്. ഇതിന്റെ എഴുതി വെക്കാനേ പറ്റൂ. അപ്പം കുറെ കാലത്തേക്ക് ആർക്കൊന്നും പിടികിട്ടൂല. പക്ഷെ അതിലുള്ള പച്ചമരുന്നുകളാണ് അവർക്ക് ഉപയോഗിക്കാൻ പറ്റുക. അല്ലാതെ വേറെ എന്താ പറ്റുമോ? വിലകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അതെടുത്ത് കുഴിച്ചോ. അപ്പം അങ്ങനെ അന്നത്തെ രോഗത്തിനനുസരിച്ചിട്ടുള്ള കുറെ മരുന്നുകൾ ഇങ്ങനെ അഥർവവേദത്തിലുള്ളത് വന്ന് ഉപയോഗിക്കാൻ പറ്റുന്നത് ഉപയോഗിച്ച് കുറെ കാലം ഇങ്ങെത്തുമ്പോഴാണ് അന്നുള്ള ഡോക്ടർമാർ എന്ത് ചെയ്ത് ആയുർവേദം എന്നും പറഞ്ഞിട്ട് കുറെ പുസ്തകങ്ങൾ എഴുതി വെച്ചു. അതിലെന്തേ ഉള്ളൂ? പച്ചമരുന്നേ ഉള്ളൂ. പിന്നെ ചിലതെല്ലാം ഉണ്ട്, അവർ ഉപയോഗിച്ച മാത്രമുണ്ട്. അതെല്ലാം പക്ഷെ ഇതെല്ലാം എവിടെയാ ഉള്ളത്? വേദങ്ങളിലാണ് ഉള്ളത്. പക്ഷെ വേദത്തിൽ അതൊന്നും ഉപയോഗിക്കാൻ പറ്റാതെ കൊണ്ട് എന്ത് ചെയ്തു? അവരിലെടുത്ത് കളഞ്ഞു. അവരൊന്നും അതൊന്നും നോക്കിയില്ല. അന്ന് കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് ചികിത്സ നടത്തി. ഇന്നത്തെ ആയുർവേദത്തിന്റെ അവസ്ഥ അതാണ്. അന്നുള്ള കുറച്ച് ഡോക്ടർമാർ കുറെ കാലം കഴിഞ്ഞിട്ടുള്ള കുറച്ചുകൂടെ തലമുറ കൈമാറി വന്ന അവസാനമുള്ളവര് ഒരു പുസ്തകം വെച്ച് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവും അതിൻ്റെ അകത്ത്? അപ്പൊ നമ്മളീ പറയുന്ന ഇംഗ്ലീഷ് മെഡിസിൻ എല്ലാം അതിൻ്റെ അകത്തുണ്ട്. എടുത്തു നോക്കണം, കാണാൻ പറ്റും. പക്ഷെ അത് വേദങ്ങൾ അറിയുന്നവർക്കും ഈ വിഷയം അറിയുന്നവർക്ക് അതിൻ്റെ അത് കയറി നോക്കാല്ലേ. പക്ഷെ ഇത് എന്തോ ഗുഹയിലുള്ള മനുഷ്യനും പറഞ്ഞ് എഴുതി വെച്ച് ചിന്തിച്ചു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ അവർ എഴുതി വെച്ചിട്ട് അവർക്കറിയാം ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് അത് പോവാതിരിക്കാൻ വേണ്ടിയാണ് അവർ എന്ത് ചെയ്ത് കഥരൂപത്തിൽ എഴുതി വെച്ചു, പുരാണ കഥകൾ. അപ്പൊ ഈ കഥകൾ ഓരോ കഥയും ചിലപ്പോൾ ഒരു കഥ ജനറേറ്ററിന്റെ തത്വമായിരിക്കും ഉണ്ടാവുക. ഒരു കഥയിലുള്ളത് ജനറ്റിക് കോഡിനെ പറ്റിയുള്ള കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. പക്ഷെ ഇതൊന്നും മനസ്സിലാക്കാൻ നമുക്ക് പറ്റണ്ടെങ്കിൽ ആ വിഷയം അറിയുന്നവർ മാത്രം അതിൻ്റെ അകത്ത് കയറി, അല്ല ഭാഷാ പണ്ഡിതർ കയറിയിട്ട് വേദം നോക്കിയിട്ട് ഇന്ന് വേദത്തിന്റെ അർത്ഥം എന്താണ്, മറ്റുള്ള എല്ലാ മതങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ വേദഗ്രന്ഥം വന്നിരിക്കും. നമ്മളും മഹാഭാരത കഥയെല്ലാം വായിച്ചിട്ട് പറയുന്നുണ്ട്, വിവരിച്ചു കൊടുക്കുന്നുണ്ട്, എത്രയാ പ്രഭാഷണങ്ങൾ. പക്ഷെയോ എന്നാ പിന്നെ ഋഗ്വേദം ശരി ആദ്യത്തെ അധ്യായം എന്ന് പഠിപ്പിച്ചു തരാൻ പറ്റില്ല. ആരെ പഠിപ്പിക്കാൻ നടക്കുന്നത്? ഹിന്ദുക്കൾ എന്ന് പറയുന്നവർ ചിലവർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എല്ലാം അവരുടെ പുസ്തകം പഠിപ്പിക്കുന്നു. നമ്മളെ പുസ്തകം ആർക്കാ ഇത് അറിയാം? ഋഗ്വേദത്തിലുള്ള നമ്മളെ ആൾക്കാരും കഥകളും പറഞ്ഞ് നടക്കുന്നുണ്ട്. അപ്പൊ വേദവ്യാസനും പാർട്ടികൾ എന്താ ചെയ്തത്? ഇതൊന്നും പിൽക്കാലത്ത് വേദമൊന്നും ആർക്കും തൊടാനൊന്നും പറ്റൂല എന്ന് അവർക്ക് നല്ലവണ്ണം അറിയാം. അവർ അതുകൊണ്ട് എന്ത് ചെയ്തു? കഥരൂപത്തിൽ എഴുതി. എന്നിട്ട് പറഞ്ഞ് മുത്തച്ഛിമാരോട് പറഞ്ഞ് നിങ്ങൾ കുട്ടികളെ പഠിപ്പിച്ചോളണം. അപ്പൊ മുത്തച്ഛിമാർ പണ്ടുള്ള കാലത്ത് മുത്തശ്ശിമാരാണ് ഈ പുരാണ കഥകളെല്ലാം പറഞ്ഞു തരുക. നമ്മളെ കുടുംബത്തിലുള്ള ഒരാളുണ്ട്, അവർ വരുമ്പോൾ നമ്മളെല്ലാം ഓടിച്ചെല്ലും അവരുടെ അടുത്ത് കഥ കേൾക്കാൻ വേണ്ടിയിട്ട്. കാരണം അവരിത് കുറെ കഥയിൻ്റെ അകത്ത് പഠിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ പ്രചരണത്തിൽ വന്നു കഥകളും കൊണ്ട് ജനം പോയി. അപ്പം എഴുതിയവർ വിചാരിച്ചു കഥകളാകുമ്പോൾ എന്ത് പറ്റും, അതിന് മഹത്വമുണ്ട്. അതുകൊണ്ട് ആ കഥകളുടെ അടിസ്ഥാനത്തിലാണ് വേദങ്ങൾ എന്ത് ചെയ്യുന്നത്, കൊണ്ടുപോകുന്നത്. അവർ ആ തന്ത്രം പ്രയോഗിച്ചു. അല്ലെങ്കിൽ വേദങ്ങളെല്ലാം എടുത്ത് ആർക്കും ഉപയോഗമില്ലാത്ത കാലത്ത് തന്നെ എടുത്ത് നശിപ്പിക്കും. വേദത്തിൽ ഇപ്പം റോക്കറ്റ് ഉണ്ടാക്കേണ്ട വഴിയുണ്ടാകും. അന്നത്തെ കാലത്ത് കുറെ കാലം കഴിയുമ്പോൾ വേദവ്യാസനെല്ലാം ഇത് എഴുതി വെച്ച് കുറെ കാലം കഴിയുമ്പോൾ ഈ റോക്കറ്റ് ഒന്നും മനസ്സിലാക്കില്ല, എന്ത് ചെയ്യും? അല്ല, അവർക്ക് മനസ്സിലായി തന്നെ വെച്ചോ റോക്കറ്റ് ഇങ്ങനെ ഉണ്ടാക്കാന്ന്. പക്ഷെ അവരെങ്ങനെ ഉണ്ടാക്കാൻ പോകുന്നു? കാട്ടിൽ കിടക്കുന്നവൻ. അപ്പൊ അവർ ആ പുസ്തകം എടുത്ത് ദൂരക്കളയും, വേണ്ടാത്ത പുസ്തകത്തിന് നമുക്ക് എടുത്ത് ദൂരക്കളയും. അപ്പൊ ആ അവസ്ഥയില് അവർക്കറിയാം ഇത് കളഞ്ഞു കളയുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു? ഈ വേദത്തിൽ ഒന്നും മനസ്സിലായില്ലെങ്കിൽ എല്ലാവരും എടുത്ത് ദൂരക്കളയും. അത് കളയാതിരിക്കാൻ വേണ്ടിയിട്ട് കുറെ ആത്മീയെല്ലാം ചേർത്തുകൊണ്ട് അവർ കഥകൾ എഴുതിയിട്ട് കഥരൂപത്തിൽ എഴുതി പുരാണങ്ങൾ 108 ഉപനിഷത്തുകളായിട്ടും 18 പുരാണങ്ങളുമായിട്ട് എഴുതി വെച്ചു. ആ കഥകള് ജനങ്ങളെ ആകർഷിക്കുന്ന തരത്തിൽ എഴുതി. അതുകൊണ്ട് ആ കഥകളുമായിട്ട് ജനങ്ങൾ പോകുന്നു. ആ കൂട്ടത്തിൽ തന്നെ വേദങ്ങളും അതിലും എന്തോ പവിത്രതയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ആ ഒരൊറ്റ വിശ്വാസത്തിലാണ് വേദങ്ങളിൽ കടന്നിങ്ങ് നമ്മളുടെ അടുത്ത് എത്തിയിരിക്കുന്നത്. ആ വിശ്വാസം ഇല്ലായിരുന്നെങ്കിൽ എന്നേ നഷ്ടപ്പെട്ടു പോയായിരുന്നു. അപ്പോഴവർ എന്ത് ചെയ്തു? അത് ഉരുവിട്ട് അതേപോലെ. കാരണം ഈശ്വരന്റെ ചിന്ത തെറ്റിപ്പോയാൽ ഈശ്വരൻ കോപിക്കും. അപ്പൊ ആ ഒരു ചിന്തയിൽ കൂടിയാണ് അത് എന്ത് ചെയ്തിരിക്കുന്നത്. ഈ വേദങ്ങൾ അതിൻ്റെ അകത്ത് എന്താ ഉള്ളതെന്നും പോലും അർത്ഥം മനസ്സിലാക്കാതെ ഇന്ന് നമ്മുടെ കൈമേൽ അവർ എത്തിച്ചു വെച്ചിട്ടുണ്ട്. അവർ ചെയ്ത വലിയൊരു കർമ്മം തന്നെയാണ്. ഇത്രയും ഉരുവിട്ടിട്ട് ഒരു തെറ്റ് പോലും വരുത്താതെ അത് നമ്മളെ കൈമേൽ എത്തിച്ചിട്ടുണ്ട്. പിന്നെ നശിച്ചു പോകാതിരിക്കുക കഥകള്.
അപ്പൊ പണ്ട് മുത്തച്ഛിമാരാണ് കഥ പറയുക എന്ന് വെച്ചാൽ ഇന്നെന്ത് ചെയ്തിരിക്കുന്നതാണ്, ഇന്നത്തെ ആത്മീയ ഗുരുക്കളാണ് ഈ കഥകള് പ്രചരിപ്പിക്കുന്നത്, കഥകളാണ് പ്രചരിപ്പിക്കുന്നത്. പക്ഷെ കഥയിൽ എന്തുണ്ട്, സയൻസ് ഉണ്ട്. ആ സയൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം, അത് ആർക്കേ പറ്റുള്ളൂ. നല്ല വിദ്യാഭ്യാസവും ജ്ഞാനമുള്ള ആൾക്കാർക്ക് മാത്രമേ ആ സയൻസ് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. ആ സയൻസിലേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ, അപ്പം വേദത്തിലുള്ള ചെറിയ വരികളിലാണ് ഉള്ളതെങ്കിൽ അതിന്റെ ശരിയായ എക്സ്പ്ലെയിൻ ഓരോ, അതായത് റോക്കറ്റ് വിടേണ്ട തത്വം വേദത്തിൽ ഒരു ചെറിയ വരിയായിട്ടുണ്ടെങ്കിൽ റോക്കറ്റ് നിർമ്മിക്കേണ്ട വിധവും വിടേണ്ട വിധവും ഏതിലാണുള്ളത്, കഥരൂപത്തിലാണുള്ളത്. അപ്പൊ പുരാണ കഥകളൂട്ട് വേണം ആദ്യം നമ്മൾ എന്തിലേക്ക് മനസ്സിലാക്കാൻ, ഈ കഥകൾ മനസ്സിലാക്കിയിട്ട് അതിന്റെ ബേസിൽ വേണം നമ്മൾ ഇതിലേക്ക് കടന്നു ചെല്ലാൻ, വേദത്തിലേക്ക് കടന്നു ചെല്ലാൻ. എന്നാലേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതേസമയം നമുക്ക് സയൻസിൽ അതിനെപ്പറ്റി എല്ലാം നല്ല ജ്ഞാനവും ഉണ്ടായിരിക്കണം, എങ്കിലേ നമുക്ക് അതിൻ്റെ അകത്ത് കയറി ചെല്ലാൻ പറ്റുള്ളൂ. എല്ലാത്ത കയറി ചെല്ലാൻ പറ്റൂല. അത് തന്നെ എല്ലാ വിഷയവും അറിയേണ്ടിക്ക് ഒരു വ്യക്തി വിചാരിച്ചാൽ പറ്റില്ല. കാരണം അയാൾക്ക് ആ വിഷയത്തിലാണ് ജ്ഞാനം. കെമിസ്ട്രി പഠിച്ചവനായിരിക്കും, ഫിസിക്സ്, അത് പോരാ. എല്ലാവരും കൂട്ടം കൂടിയിരുന്ന് എല്ലാവരും അവരവരുടെ വിഷയത്തിന് കൂടി വേദത്തിലേക്ക് നോക്കുമ്പോഴാണ് വേദത്തിലുള്ള പൂർണ്ണ ശാസ്ത്രവും വെളിയിലേക്ക് വരുന്നത്. അത് ലോകം കാണുമ്പോഴും ഞെട്ടിത്തെരിച്ചു പോകും, ശാസ്ത്രലോകം അന്തം വിട്ടുപോകും. അത് കണ്ടെത്തുക തന്നെ ചെയ്യും. എപ്പം കണ്ടെത്തുമെന്ന് അവരും പറഞ്ഞിട്ടുണ്ട്. ഈ ഇനിയുള്ള കാലഘട്ടത്തിലാണ് കണ്ടെത്താൻ പോകുന്നത്. കണ്ടെത്താൻ പോകുമ്പോൾ എന്ത് പറ്റും, അവർക്ക് പിന്നെ മനസ്സിലാവും, ഓ ഈ വേദത്തിൽ എല്ലാ സയൻസും ഉണ്ട്. പിന്നെ ഇനി പ്രളയം വരുന്ന സമയത്തും അവരെന്ത് ചെയ്യും, എല്ലാം ഒന്നും വാരിക്കൂട്ടിയിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, അറിയുന്ന ജ്ഞാനമൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അതിനുള്ള ഭാഷകളൊന്നും ഇല്ല, അതിന് പറ്റിയ ഭാഷകൾ. അത് ഏതിന് മാത്രമേ ഉള്ളൂ, സംസ്കൃതത്തിന് മാത്രമേ ഉള്ളൂ. അത് എവിടെ എഴുതി വെച്ചിട്ടുണ്ട്, വേദങ്ങളിൽ എഴുതി വെച്ചിട്ടുമുണ്ട്. അപ്പം പ്രളയം നടക്കുമ്പോൾ എന്ത് ചെയ്താണ്, വേദജ്ഞാനമുള്ളവര്, സംസ്കൃതജ്ഞാനമുള്ളവര് എന്ത് ചെയ്യും, ഈ വേദങ്ങൾ ഒന്നിക്കില്ല നെറ്റിൽ എവിടെ അപ്ലോഡ് ചെയ്യായിരിക്കും. ഇന്ന് തന്നെ അവിടെ ഉണ്ട്, അതിന്റെ വിവർത്തനെല്ലാം ഉണ്ട്. അവരത് എടുത്തുകൊണ്ടുപോയി പ്രളയത്തിന്റെ നേച്ചർ അനുസരിച്ച് നെറ്റിലും ചിലപ്പോൾ സൂക്ഷിക്കാൻ പറ്റില്ല. കാരണം സൗരയൂഥ സിസ്റ്റം മുഴുവൻ തന്നെ പോവുകയാണെങ്കിൽ അപ്പൊ അവ എങ്ങനെയാ രക്ഷിച്ചു വരുന്നതെന്നെല്ലാം അതെല്ലാം ആ ശക്തി അതിനുള്ള വഴികൾ വേദത്തിൽ പറഞ്ഞു കൊടുത്ത് വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് അവർ രക്ഷപ്പെട്ട് തിരിച്ചു വരുന്നതെന്ന് എല്ലാം പിന്നീട് കാണാം. അതെല്ലാം കാണുമ്പോഴാണ് ഞാൻ പറഞ്ഞത്, ലോകം അന്തം വിട്ടുപോകാൻ പോവുകയാണ്. ആ പ്രകൃതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആ ശക്തി വിശേഷമുണ്ടല്ലോ, നിങ്ങൾ ഹിഗ്സ് ബോക്സോണിലൂടെ കണ്ടെത്താൻ പോകുന്ന ആ ശക്തി, ആ ബ്രഹ്മം, ആ ഈശ്വരൻ, ഏകനായ ഈശ്വരൻ, വേദം പറയുന്ന ആ ഏകനായ ഈശ്വരൻ, അതിന്റെ ആ ഒരു കഴിവ് വരുമ്പോൾ നമ്മൾ അന്തം വിട്ടുപോകും. സൗരയൂഥ സിസ്റ്റം പോലും നഷ്ടപ്പെടുമ്പോൾ അത് തിരിച്ചെടുക്കുന്ന സിസ്റ്റം എങ്ങനെ പിന്നെ ആദ്യം ഉണ്ടാകുമ്പോൾ മനുഷ്യരെല്ലാം ഉണ്ടായി വരുന്ന ആ ഒരു രീതി നമ്മൾ അന്തം വിട്ട് പോകും. അങ്ങനെ എഴുതിയ പുസ്തകങ്ങൾ ആണ് വേദങ്ങൾ. 3 വേദങ്ങളും സയൻസ്, ടെക്നോളജി, അഥർവവേദം. അപ്പൊ ഇന്നത്തെ ആയുർവേദത്തിൽ ഈ മോഡേൺ മെഡിസിൻ എല്ലാം അതിൻ്റെ അകത്തുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു ചെറിയ അംശമാണ് നമ്മളിപ്പോൾ ആയുർവേദം എന്ന് പറഞ്ഞ് നടക്കുന്നത്. കാരണം അതേ പ്രായോഗികമായിട്ടുള്ളൂ. അങ്ങനെ അത് എഴുതിയപ്പോൾ ഈ കഥകളുടെ പിന്നാലെ എല്ലാവരും പോയി. അന്നത്തെ ഭാഷാ പണ്ഡിതര് വേദത്തിന്റെ സത്ത, വേദാന്തം എന്ന് പറയുന്നത് ഈ പുരാണ കഥകളാണെന്ന് പറഞ്ഞുകൊണ്ട് അവർക്കതേ ചെയ്യാൻ പറ്റുള്ളൂ. അതിന് അവരെ കുറ്റം വരുത്തിയിട്ടൊന്നും കാര്യമില്ല. ഈ വേദം നോക്കുവാൻ വളരെ കുറച്ച് എല്ലാവർക്കൊന്നും നല്ല ജ്ഞാനമുള്ളവർ, സയൻസ് അറിയുന്നവർ കയറി ചെന്നിട്ടേ കാര്യമുള്ളൂ. അതൊന്നും ഈ ഭാഷാ പണ്ഡിതർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. ഭാഷാ പണ്ഡിതർ അതിനെ സംരക്ഷിച്ചിട്ടുണ്ട് ഇത്ര കാലം. പക്ഷെ അവരും ഓരോ കാലത്ത് എന്താണ് ഇതിൻ്റെ അകത്തുള്ളതെന്ന് പറഞ്ഞു കൊടുക്കേണ്ടത്. അവർ ന്യായീകരിച്ച് പല വ്യാഖ്യാനങ്ങളും നടത്തിയിട്ടുണ്ട്. അതാണ് നമ്മളിന്ന് കാണുന്നത്. അതും പുരാണ കഥകളുടെ ബേസിലാണ്. ഈ കഥകളുടെ ബേസിൽ വ്യാഖ്യാനിച്ച് വരുമ്പോൾ ഭാരതത്തിലുള്ളവരെ വ്യാഖ്യാനിച്ചിട്ട് പലതെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് അവരുടെ വ്യാഖ്യാനത്തിനനുസരിച്ച്. അതെല്ലാം പോട്ടെ, അതെല്ലാം അങ്ങനെ സംഭവിക്കും. അതൊന്നും ആരെയും കുറ്റം വരുത്തല്ല. കാലത്തിന് അങ്ങനെ പോകാൻ പറ്റും. മറ്റുള്ള നാട്ടുകളിലുള്ളവരും ഇതെല്ലാം ശ്രദ്ധിച്ചിട്ട് അവരും അവരുടേതായ ഗ്രന്ഥങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, വ്യാഖ്യാനിച്ചിട്ട്. ഇതെല്ലാം തുടക്കം വേദത്തിലാണ്. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. അതിൽ നിന്ന് വന്നു. ഭാരതത്തിൽ നിന്ന് അത് ഭാരതത്തിലുള്ളവർ പലതരത്തിൽ വ്യാഖ്യാനിച്ചു. മറ്റുള്ള ലോകങ്ങളിലുള്ളവരും രക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, എഴുതി വെക്കാനുള്ള സൗകര്യം
അതുകൊണ്ട് ദൈവത്തിന്റെ ഭാഷയാണ് സംസ്കൃതം എന്ന് പറയുന്നത്. മറ്റുള്ളതെല്ലാം മ്ലേച്ഛ ഭാഷകളാണ്, മലയാളം അടക്കം. കാരണം എല്ലാ വിഷയങ്ങളും ഉൾക്കൊള്ളാനുള്ള കഴിവ് വേദത്തിനേ ഉള്ളൂ, ആ വേദ സംസ്കൃതത്തിനേ ഉള്ളൂ. അപ്പം പിൽക്കാലത്ത് ആൾക്കാർ വ്യാഖ്യാനം ഈ കഥകളെ അടിസ്ഥാനത്തിലാണ് വ്യാഖ്യാനം, അല്ലാതെ വേദത്തിലല്ല. അപ്പൊ അത് വേറൊരു ശൈലിയിലേക്ക് മാറിപ്പോയി. അത് വിദേശത്തുള്ളവരും അവരുടെ അതിൽ നിന്ന് തന്നെയാണ് മറ്റുള്ള മതഗ്രന്ഥങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത്. ഇപ്പൊ മനുസ്മൃതി ഉണ്ടായിട്ടുണ്ട്, ബൈബിള്, ഖുറാന്, ഇതിലെല്ലാം ഉള്ള കാര്യങ്ങൾ വേദത്തിലുള്ളത് തന്നെയാണ്. ഏകദൈവം എന്ന് പറയുന്നത് ബ്രഹ്മമാണ്. 108 ഉപനിഷത്തിലൂടെയാണ് ഒരു ദൈവത്തെ പറ്റി വ്യാഖ്യാനിച്ചിരിക്കുന്നത്. മറ്റുള്ളിടത്തുള്ള ഒരു പുസ്തകത്തിലാണെങ്കിൽ ഇത് 108 ഉപനിഷത്തുകൾ ബ്രഹ്മത്തെ, ഏകമായ ബ്രഹ്മത്തെ വ്യാഖ്യാനിക്കാൻ. നമുക്ക് ബ്രഹ്മം എന്ന വാക്ക് പോലും നമ്മൾ ഉപയോഗിക്കുന്നില്ല. നമ്മൾ ഈശ്വരൻ, കൃഷ്ണൻ, രാമൻ, അതെല്ലാം കഥാപാത്രങ്ങളാണ്. കൃഷ്ണൻ തന്നെ പറഞ്ഞിരിക്കുന്നുണ്ട്, ഞാൻ കാലമാണ്, ഞാൻ ജനിച്ചവനല്ല, ജനിക്കുന്നുമില്ല, ഞാൻ കാലമാണ്, എന്റെ രൂപം എന്ന് പറഞ്ഞാൽ അന്ന് കാണിച്ചു കൊടുത്തു. എന്താണ്? വേദവ്യാസം കഥയിലൂടെ വ്യാഖ്യാനിച്ചു കൊടുത്തു. എന്താണ്? പ്രപഞ്ചം, വിശ്വരൂപം. വിശ്വരൂപം, പ്രപഞ്ചത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആ ശക്തിവിശേഷം, അത് കാലത്തിലൂട്ടിയാണ് ആക്ട് ചെയ്യുന്നത്. ആ കാലമാണ് ഞാൻ എന്ന് കൃഷ്ണൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വേദവ്യാസം തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയല്ലാണെന്ന്. എല്ലാം ഇതിൽ നോക്കുമ്പോൾ നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ പുരാണ കഥകളിലാണ് ഇതിന്റെ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. കൃതയുഗം, ത്രേതായുഗം, ദ്വാപരം. മനുഷ്യൻ ഓരോ കാലഘട്ടത്തിലും, കൃതയുഗം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ഗോത്ര കാലഘട്ടം, ത്രേതായുഗം എന്ന് പറയുന്നത് കൊളോണിയലിസം, ദ്വാപരയുഗം മുതലാളിത്തം, അവസാനത്ത് എല്ലാവരും വസുദൈവ കുടുംബം, അതിന് സോഷ്യലിസം എന്നോ എന്തോ പറയാം, ലോകമെത്താൻ പോകുന്നത്. ഇതിന്റെ ഓരോ ജംഗ്ഷനിലും എന്തുണ്ട്? ഓരോ വലിയ യുദ്ധങ്ങളുണ്ട്, വലിയ യുദ്ധങ്ങളുണ്ട്. അത് തന്നെയാണ് 1-ാം ലോകമഹായുദ്ധം, 2-ാം ലോകമഹായുദ്ധം, ഇനി നടന്നുകൊണ്ടിരിക്കുന്ന 3-ാം ലോകമഹായുദ്ധം. അങ്ങനെയാണ് ഓരോ ഘടകങ്ങൾ. ഇതെല്ലാം പറയാനൊന്നും ഒരു എഴുതി വെച്ചിട്ടുണ്ട്, ഇത് ഇങ്ങനെ പോവുള്ളൂ. ഇനി പ്രളയം കഴിഞ്ഞാലും ഈ സൈക്ലിക്ക് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. ഏതും മനുഷ്യർ ജനിച്ച് കുട്ടിയായി പഠിച്ച് ഇങ്ങനെ വന്നിട്ട് അവസാനം എന്താ മരിക്കും, എന്നിട്ട് ആദ്യം പുനർജനിക്കും. ഈ ഒരു സൈക്കിൾ തുടർന്നത് പോലെ ഈ പ്രപഞ്ചവും ഒരു സൈക്ലിക്കായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സൈക്കിളിന്റെ അവസാനം എത്തുമ്പോഴാണ് ഏറ്റവും പുരോഗമിച്ച എല്ലാ ജ്ഞാനവും നേടുന്ന മനുഷ്യനുള്ളൂ. ആ മനുഷ്യൻ അപ്പോൾ വേദങ്ങളിൽ ഇതെല്ലാം ഉണ്ട് എന്ന് മനസ്സിലാക്കി വേദവും കൊണ്ട് സ്ഥലം വിടും. പിന്നെ ആദ്യം ജനിക്കുമ്പോൾ അവർ കൊണ്ടുപോകുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ജീവജാലങ്ങളെ എല്ലാം കൊണ്ടുപോകുന്നുണ്ട് എന്ന് അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അവിടെ ജീവജാലങ്ങൾ എന്നാ പറഞ്ഞ എല്ലാത്തിന്റെ ഇരട്ടിയായിട്ട് കൊണ്ടുപോകുന്ന എന്തായിരിക്കും? നമ്മൾ ചിന്തിച്ചാൽ മതി. ഇന്ന് പ്രളയം ഉണ്ടാകാൻ പോകുന്നു, ലോകം അങ്ങോട്ട് എത്തുമ്പോൾ പ്രളയം ഉണ്ടാകാൻ പോകുന്നു. ജീവജാലങ്ങളെ സംരക്ഷിക്കേണ്ടിട്ട് എന്താണെന്ന് ചെയ്യുക? ചെറിയ ജീനുകളുടെ പുതിയ സൃഷ്ടിയെ സൃഷ്ടിക്കാൻ ഇന്ന് കൃത്രിമമായിട്ട് മനുഷ്യനെ ടെസ്റ്റ് ട്യൂബ് ശിശു എല്ലാം ഉണ്ട്. ആ ജ്ഞാനം നമ്മൾ നേടിയിട്ടുണ്ട്. എല്ലാത്തിന്റെ സത്ത എടുത്തുകൊണ്ടായിരിക്കും അവൻ രക്ഷപ്പെടുക. എല്ലാ പ്രളയം ഉണ്ടാകുമ്പോഴേക്ക് മനുഷ്യൻ എന്താ ചെയ്യുക? എന്നാ പിന്നെ എല്ലാം നശിച്ചു കൊണ്ടിരുന്നതാണ്. എല്ലാ പുതിയ ലോകം സൃഷ്ടിക്കപ്പെടും. ഈ പ്രളയം കഴിഞ്ഞ് പുതിയൊരു ലോകം സൃഷ്ടിക്കുമ്പോൾ എന്ത് വേണം? ഈ ജീവജാലങ്ങളെ നമ്മൾ ഉൽപ്പാദിപ്പിക്കണം. അതിനവൻ അതിന്റെ സത്ത എടുത്തിട്ട്, പക്ഷെ കഥയിൽ നമ്മളിപ്പം ജീനിനി എടുത്തുകൊണ്ട് പോയെന്ന് വേദവ്യാസൻ എഴുതി വെച്ചിരുന്നെങ്കിൽ എന്തെന്നാണ് ഈ സാധനം? ജീനെന്ന് പറഞ്ഞാൽ എന്തോ ഒരു പിശാരോ മറ്റേ കുട്ടിച്ചാത്തനോ മറ്റേ എന്തോ ആയിരിക്കും എന്നെല്ലാം വെച്ചുകൊണ്ട് അതിന്റെ ബേസിൽ അതൊരു യക്ഷിയാണ്, വലിയൊരു ഉഗ്രമൂർത്തിയായ മറ്റേ ഭദ്രകാളിന്നോ എന്തോ ആണെന്നെല്ലാം പറഞ്ഞുകൊണ്ട് പിന്നെ അതിനെ വ്യാഖ്യാനിച്ച് കഥകൾ ഉണ്ടാക്കും. അതുകൊണ്ട് അവർ മനുഷ്യന് മനസ്സിലാകുന്ന നേരത്തിൽ പറഞ്ഞു കഴിഞ്ഞു. ആ എല്ലാത്തിൻ്റെയും ജോഡി എടുത്തിട്ട് അങ്ങ് അവർ രക്ഷപ്പെടുന്നു പറഞ്ഞു. എന്ത് ജോഡിയാണ് എടുത്തതെന്ന് നമുക്കിപ്പം മനസ്സിലാവും. കാരണം ലോകം പുരോഗമിച്ച് അവസാനം എത്തുമ്പോൾ എന്താണ് എടുത്തു പോകുന്നത്? ഓരോ മനുഷ്യന്റെയും കുട്ടീനെയും എടുത്തിട്ടാണോ പോകാൻ പോകുന്നത്? അല്ല. ശാസ്ത്രലോക പറ്റാത്തത് അത് അങ്ങനെ തന്നെ കൊണ്ടുപോകും. അല്ലാതെ എന്ത് ചെയ്യും? ഇത്തരത്തിലവൻ അതുകൊണ്ടും ഏറ്റവും ആദ്യം കൊണ്ടുപോകുന്ന ജ്ഞാനം തന്നെയായിരിക്കും. അതാണ് വേദങ്ങൾ. അത് എഴുതി വെക്കേണ്ട ആവശ്യമില്ല, വേദത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. വേദം എടുത്തങ്ങ് പോയാൽ മതി. നല്ലൊരു കോപ്പി അല്ലെങ്കിൽ നെറ്റിൽ അവിടെ ഉണ്ട്. ഈ സൗരയൂഥം നഷ്ടപ്പെട്ടു പോകുന്നില്ലെങ്കിൽ. അല്ല, അന്നത്തെ മനുഷ്യൻ ആലോചിച്ചോളൂ. ആ തരത്തിൽ അവൻ അത് കടത്തി കൊണ്ടുപോയിക്കോളും. എന്നിട്ട് തിരിച്ചു വരും. ഈ ചക്രം
ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കും. അപ്പോൾ വേദങ്ങളിലെല്ലാം ഉണ്ടോ? എല്ലാം ഉണ്ട്. വേദം എന്നാണ് ഉണ്ടായത് നമുക്കും അറിയാൻ പറ്റില്ല. കാരണം ഇതിങ്ങനെ സൈക്കിൾ തുടർന്നുകൊണ്ട് പോവുകയാണ്. പ്രപഞ്ചം ഉണ്ടായത് മുതൽ. പ്രപഞ്ചം എപ്പോഴുണ്ടായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരവും സയൻസിലൂടെ കണ്ടെത്താൻ പറ്റും. വേദം പറഞ്ഞിട്ടുണ്ട്. കാരണം ഇത് സൈക്ലിക്കാണ്. അപ്പം തുടക്കവും ഇല്ല അവസാനവും ഇല്ല. സൈക്കിളിന്റെ എവിടെയാ തുടക്കം? നമ്മളാണ് ഈ പഴഞ്ചൻ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പഴഞ്ചനില്ല. സൈക്ലിക് ആകുമ്പോൾ അതിന് പഴഞ്ച ഒരു വട്ടത്തിന്റെ തുടക്കം എവിടെ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് എവിടെയാ തുടക്കം? വട്ടത്തിന്റെ തുടക്കം. അപ്പൊ ഉത്തരങ്ങൾ നമുക്ക് കിട്ടും. പ്രയാസമൊന്നുമില്ല. പ്രപഞ്ചം എന്നുണ്ടായോ അന്ന് മുതൽ വേദങ്ങളുണ്ട് എന്നാ പറഞ്ഞു വെച്ചിരിക്കുന്നത്. പ്രപഞ്ചം ഉണ്ടാകുന്ന പോലെ തന്നെ. അതിലേക്ക് കടക്കുന്നില്ല ഇപ്പോൾ. അതിനെപ്പറ്റി പിന്നീട് കിടക്കാം. അതും വേദത്തിൽ വളരെ വിസ്തരിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. വേദം എവിടെ നിന്നാണ് തുടങ്ങിയതെന്ന്. അപ്പൊ ഈ ഋഷികളെല്ലാം അവർ നമ്മളെപ്പോലത്തെ മനുഷ്യന്മാർ തന്നെയാണ്. നമ്മളായിരുന്നു ലോകം ഈ പുരോഗമിച്ച് ഏറ്റവും അവസാനം എത്തുകയായിരുന്നെങ്കിൽ, അന്ന് ഞാനാണ് ഉണ്ടായിരുന്നെങ്കിൽ, എനിക്കിതെല്ലാം അറിയായിരുന്നെങ്കിൽ എന്നെയാണ് റോക്കറ്റ് കയറി വിടുക. നീ പോയിട്ട് അടുത്ത തലമുറ ഉണ്ടാക്കി കൊണ്ടുവരുക എന്ന് പറയും. ഞാൻ അവിടെ പോയിട്ട് കട്ടയടിക്കും. എവിടെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ പോയി അവിടെ പോയിട്ട് തിരിച്ച് ഭൂമിയിൽ വന്നു കഴിഞ്ഞാല് ഭൂമിയെല്ലാം കൊളായി കിടക്കുകയാണ്. അവിടെ വന്നിട്ട് ഞാൻ മനുഷ്യരുടെ എന്റെ ജോലി ഇതെല്ലാം അടുത്ത തലമുറ കയറി വെച്ച് കൊടുക്കാൻ വട്ടുപിടിക്കും. വേദവ്യാസനും അത് എഴുതി വെച്ചിട്ടുണ്ട്. പലവരും പോയിട്ട് അവസാനം നിവൃത്തിയിലായിട്ട് ആത്മഹത്യ, കുന്നിന്റെ മേലെ പോയിട്ട് ആത്മഹത്യ ചെയ്താ ഞാൻ ചെയ്യാൻ പോകുന്നു എന്ന് വേദവ്യാസന്റെ ചില ഋഷികൾ പറഞ്ഞതായിട്ട് എഴുതി വെച്ചിരിക്കുന്നു. എനിക്ക് ജീവിക്കാൻ പറ്റൂല, ഇത് ഞാൻ ആത്മഹത്യ ചെയ്യുന്നു. പക്ഷെ കാലം അവനെ പിടിച്ചു വെച്ചിപ്പിച്ചു. നീ എഴുതി വെക്ക്, ഭാവി തലമുറക്ക് ആവശ്യമുണ്ട്. ഇന്ന് വേദവ്യാസനെ എഴുതി വെച്ചിരിക്കുന്നു കഥകളിലൂടെ. ആത്മഹത്യ ചെയ്യാൻ പോകുമ്പോൾ ഒരു കാലം പിടിച്ചു വെച്ചു. അവിടെ തന്നെ മനസ്സിലാക്കണം, കാലമാണ് നമ്മളെ നയിക്കുന്നത്. നമുക്ക് ഇതിന്റെ അകത്ത് നൂരാൻ പറ്റൂല. കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്, നീ ചെയ്തേ പറ്റൂ. അപ്പം വേദവ്യാസനെ പോലെയുള്ള ഋഷികൾ അനുഭവിച്ച അനുഭവങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ അന്തം വിട്ടുപോകും. അപ്പൊ അതിലേക്ക് പിന്നീട് നമുക്ക്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വേദങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ലോകം ഇത് മനസ്സിലാക്കി അവൻ കോരി തരിച്ചു പോകും. അത്രയും വലിയ സത്യങ്ങളാണ് ഈ വേദത്തിലുള്ളത്. അതുകൊണ്ട് ചിന്തിക്കാൻ കഴിവുള്ളവര് വേദത്തിലേക്ക് തിരിയൂ. പ്രപഞ്ചത്തിലുള്ള എല്ലാ രഹസ്യങ്ങളും അതില് എഴുതി വച്ചിരിക്കുന്നു.